ചൊല്ലി പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവേ വരണമേ, പരിശുദ്ധാത്മാവേ വരണമേ, പരിശുദ്ധാത്മാവേ വരണമേ. പരിശുദ്ധാത്മാവേ വരണമേ. അങ്ങയുടെ ഇഷ്ടദാസിയായ പരിശുദ്ധ കന്യകാമാതാവിന്റെ വിമല ഹൃദയത്തിന്റെ ശക്തമായ മധ്യസ്ഥത വഴി ഞങ്ങളിൽ വന്ന് നിറയണമേ, ഞങ്ങളിൽ വസിക്കണമേ, ഞങ്ങളെ നയിക്കണമേ. ആഗ്രഹിച്ചെന്ന് പ്രാർത്ഥിച്ച് പരിശുദ്ധാത്മാവേ വരണമേ, പരിശുദ്ധാത്മാവേ വരണമേ. അങ്ങയുടെ ഇഷ്ടദാസിയായ പരിശുദ്ധ കന്യകാമാതാവിന്റെ വിമല ഹൃദയത്തിന്റെ ശക്തമായ മധ്യസ്ഥത വഴി ഞങ്ങളിൽ വന്ന് നിറയണമേ, ഞങ്ങളിൽ വസിക്കണമേ, ഞങ്ങളെ നയിക്കുകയും ചെയ്യണമേ. ഈശോയുടെ തിരുഹൃദയത്തിൽ നിന്ന് കാരുണ്യത്തിന്റെ അരുവിയായി ഞങ്ങളിലേക്ക് ഒഴുകിയിറങ്ങിയ തിരുരക്തമേ, തിരുജലമേ, ഞാൻ അങ്ങയിൽ ശരണപ്പെടുന്നു. മുഖ്യദൂതനായ വിശുദ്ധ മിഖായേലേ, സ്വർഗീയ സൈന്യങ്ങളുടെ പ്രതാപവാനായ പ്രഭു, ഉന്നത ശക്തികളോടും അധികാരങ്ങളോടും ഇരുളടഞ്ഞ ലോകത്തിലെ ഭരണകർത്താക്കളോടും ഉപരിതലങ്ങളിലെ ദുരാത്മാക്കളോടുമുള്ള യുദ്ധത്തിൽ ഞങ്ങളെ സഹായിക്കണമേ. ദൈവം സ്വന്തം ഛായയിൽ സൃഷ്ടിക്കുകയും വലിയ വില കൊടുത്ത് വീണ്ടെടുക്കുകയും ചെയ്ത മനുഷ്യരെ പിശാചന്റെ ക്രൂരഭരണത്തിൽ നിന്ന് രക്ഷിക്കാൻ വരണമേ. അങ്ങയാണല്ലോ തിരുസഭ നിന്റെ പരിപാലകനും സംരക്ഷകനുമായി വണങ്ങുന്നത്. കർത്താവ് രക്ഷിച്ച ആത്മാക്കളെ സ്വർഗത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോകുവാൻ നിയുക്തനായിരിക്കുന്നത് അങ്ങ് തന്നെയാണല്ലോ. ആകയാൽ ഞങ്ങളുടെ പാദങ്ങളുടെ കീഴിൽ പിശാചിനെ അടിപ്പെടുത്തുവാൻ സമാധാനദാതാവായ ദൈവത്തോട് പ്രാർത്ഥിക്കണമേ. പിശാചൊരിക്കലും മനുഷ്യരെ കീഴ്പ്പെടുത്തുകയോ തിരുസഭയെ ഉപദ്രവിക്കുകയോ ചെയ്യാതിരിക്കട്ടെ. കർത്താവിൻ്റെ കരുണ വേഗം ഞങ്ങളുടെ മേൽ ഉണ്ടാകുന്നതിനായി ഞങ്ങളുടെ യാചനകൾ അത്യുന്നതന്റെ മുമ്പിൽ സമർപ്പിക്കണമേ. ദുഷ്ടജന്തുവും പഴയ സർപ്പവുമായ സാത്താനെയും അവൻ്റെ സൈന്യത്തെയും പിടിച്ചു കെട്ടി പാതാളത്തിൽ തള്ളി താഴ്ത്തണമേ. അവമേലാൽ ഒരിക്കലും ജനങ്ങളെ വഴിതെറ്റിക്കാതിരിക്കട്ടെ. ആമേൻ. പറഞ്ഞേ ഹല്ലേലൂയ. കരങ്ങളടിച്ച് കർത്താവിന് മഹത്വം കൊടുക്കാം. ശക്തമായിട്ടൊന്ന് കരങ്ങളടിച്ച് ഹല്ലേലൂയ. ദൈവികമായ കാര്യങ്ങൾ കേൾക്കുമ്പോൾ നമ്മളതിൻ്റെ സന്തോഷം പ്രകടിപ്പിക്കണം. ഒരു മനുഷ്യൻ നിന്ന് പറയുകയാണ്, ഞാൻ ഹൈന്ദവനായിരുന്നു, ഞാൻ എന്നെ കർത്താവ് തൊട്ടു, ഇങ്ങനെ കല്ലുപോലെ ഇരിക്കുക അതൊക്കെ കേട്ടോണ്ടിരിക്കുമ്പോൾ. പറഞ്ഞേ ഹല്ലേലൂയ. ദൈവം ഒരാളെ തൊട്ടു, ദൈവം മദ്യപാനത്തിൽ നിന്നും മയക്കുമരുന്നിൽ നിന്നും മോചിപ്പിച്ചു എന്നൊക്കെ പറയുമ്പോൾ അതൊക്കെ കേട്ടിട്ട് ഇങ്ങനെ ഇരിക്കുന്ന മനുഷ്യരെ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. പറഞ്ഞേ ഹല്ലേലൂയ. വലിയ ആരവവും ആർപ്പുവിളിയും കരഘോഷവും കൊണ്ട് ദൈവത്തെ ആരാധിക്കും മനുഷ്യരിത് കേൾക്കുമ്പോൾ. അങ്ങനെയല്ലേ ചെയ്യണ്ടേ? പറഞ്ഞേ ഹല്ലേലൂയ. അതൊക്കെ ഇങ്ങനെ ഇരിക്കുകയാണ്. ഹല്ലേലൂയ. പ്രതികരിക്കണം. ഹല്ലേലൂയ. ദൈവവചനത്തോട് ദൈവപ്രവർത്തികളോട് റെസ്പോണ്ട് ചെയ്യണം. ഹല്ലേലൂയ. എന്തെന്നറിയാമോ? അങ്ങനെ പ്രതികരിക്കുന്നവൻ്റെ അകത്തേക്കാണ് പരിശുദ്ധാത്മാവ് കൂടുതൽ ദാനങ്ങൾ വർഷിക്കുന്നത്. നമ്മളെപ്പോഴും കർത്താവ് അരുളി ചെയ്യുമ്പോൾ അതിനോട് റെസ്പോണ്ട് ചെയ്യണം. ഞാൻ ഒരു ഉദാഹരണം ബൈബിളിൽ നിന്ന് കാണിച്ചു തരാം. അതായത് അങ്ങനെ പ്രതികരിക്കുന്ന ആത്മാക്കളെ ദൈവം പടുത്തുയർത്തും. ദൈവത്തോട് പ്രതികരിക്കുന്ന ആത്മാക്കളെ ദൈവം പടുത്തുയർത്തും. അവരെ ദൈവം വളർത്തും, അവരെ ദൈവം അനുഗ്രഹിക്കും, അവരുടെ കുടുംബത്തെ അഭിഷേകം ചെയ്യും. ഹല്ലേലൂയ. വലിയ വിദ്യാഭ്യാസമൊന്നും വേണമെന്നില്ല അതിന്. ജസ്റ്റ് കർത്താവ് ഒരു കാര്യം പറയുമ്പോൾ ആമയും പറഞ്ഞ് ഏറ്റെടുക്കുക, ഹല്ലേലൂയ പറഞ്ഞ് ദൈവത്തെ മഹത്വപ്പെടുത്തുക, കരങ്ങളടിച്ച് കർത്താവിനെ മഹത്വപ്പെടുത്തുക. ഇതൊക്കെ കർത്താവിൻ്റെ പ്രവൃത്തികളെ ബഹുമാനിക്കുന്നതിൻ്റെ അടയാളമാണ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. സാവൂള് പൗലോസായി മാനസാന്തരപ്പെടുന്ന സമയത്ത് ഒരു പ്രത്യേക സൂചന ബൈബിൾ അവിടെ നമുക്ക് തരുന്നുണ്ട്. അതായത് അങ്ങനെ ഒരു എന്താ പറയുക, ഒരു വല്ലാത്ത ഒരു പ്രത്യേകത സാവൂളിന് ഉണ്ടായിരുന്നത് കൊണ്ടാണ് അദ്ദേഹം പൗലോസായത്. ഞാനത് കാണിക്കാം. അത് നമ്മൾ അപ്പസ്തോല പ്രവർത്തനത്തിൻ്റെ 22-ാമത്തെ അധ്യായം, അപ്പസ്തോല പ്രവർത്തനങ്ങൾ 22-ാമത്തെ അധ്യായത്തിൽ പറയുകയാണ്. അദ്ദേഹം അത് മാനസാന്തരം നമുക്ക് 22-ലും ഉണ്ട്, 26-ലും ഉണ്ട്. നമുക്ക് 26-ലേത് വായിക്കാം. 26 പറഞ്ഞേ. 12-ാമത്തെ വാക്യം മുതൽ വായിക്കാം. അങ്ങനെ അപ്പസ്തോല പ്രവർത്തനം 26:12 മുതൽ വായിച്ചേ. അങ്ങനെ പുരോഹിത പ്രമുഖന്മാരിൽ നിന്ന്
ഉറക്കെ വായിച്ചോ. അധികാരവും കൽപ്പനയും വാങ്ങി. വായിച്ചോ. ആ ആ ആ മതി 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 കാര്യം അറിയാലോ. അതായത് ദമാസ്കസിലേക്ക് പോകുന്ന വഴിക്ക്, ദമാസ്കസിലേക്ക് പോകുമ്പോൾ ഒരു മിന്നലുള്ളി എൻ്റെ മേൽ പതിച്ചു. സൗൾ എങ്ങനെയാണ് ദമാസ്കസിലേക്ക് പോയത്? ബസ്സിലായിരുന്നോ, കാറിലായിരുന്നോ, എങ്ങനെ പോയ? കുതിരപ്പുറത്തായിരുന്നെന്ന് ബൈബിളിലില്ല. ഞാനും അങ്ങനെ വിചാരിച്ചിരുന്നത്. പിന്നെ സൂക്ഷിച്ച് വായിച്ചപ്പോഴാണ് കുതിരപ്പുറത്തൊന്നും ഇല്ല, പോവുകയായിരുന്നു എന്നേ ഉള്ളൂ. ഏതായാലും പൊക്കൊണ്ടിരുന്ന ഈ യാത്രാ സംഘത്തിൻ്റെ മേൽ ഒരു മിന്നലൊളി പതിച്ചു. അപ്പോൾ ഈ പ്രകാശം കേൾക്കണേ, പ്രകാശം പതിച്ചത് എല്ലാവരുടെയും മേലാണ്, പൗലോസിൻ്റെ മേൽ മാത്രമല്ല, എല്ലാവരുടെ മേലും ഈ പ്രകാശം പതിച്ചു. അപ്പോൾ ഒരു സ്വരം കേട്ടു, സാവൂൾ സാവൂൾ, നീ എന്തിനെന്നെ പീഡിപ്പിക്കുന്നു? ശ്രദ്ധിക്കണേ, നീ എന്തിനെന്നെ പീഡിപ്പിക്കുന്നു? എന്നെ അത്ഭുതപ്പെടുത്തുന്ന കാര്യം, എല്ലാവരുടെ മേലുമാണ് ഈ പ്രകാശം പതിച്ചത്. എല്ലാവരും, ഇടിമുഴക്കം പോലെ എന്തോ ഒരു ശബ്ദം എല്ലാവരുമാണ് കേട്ടത്. ഒരു പ്രത്യേക അനുഭവം എല്ലാവർക്കുമാണ് ഉണ്ടായത്. പക്ഷെ ആ കൂട്ടത്തിൽ ഒരു പൗലോസ് മാത്രമേ ഉണ്ടായുള്ളൂ. ഈ പ്രകാശം പതിച്ചത് എല്ലാവരുടെ മേലുമാണ്. ഈ ദൈവാനുഭവത്തിന് സാക്ഷിയായത് കുറേ അധികം പേരുണ്ട്. പക്ഷെ പൗലോസായി മാറിയത് ഒരാളേ ഉള്ളൂ. എന്തുകൊണ്ടെന്നറിയാമോ? പ്രതികരിച്ചത് ഒരുത്തനേ ഉള്ളൂ. അവൻ പ്രതികരിച്ചു, ആരാണ് നീ? മനസ്സിലാവുന്നുണ്ടോ? ഈ പ്രതികരിക്കുന്നവന്റെ മേലെ അടുത്തൊരു വചനം വരുത്തുള്ളൂ. പറഞ്ഞേ ഹല്ലേലൂയ. ദൈവം ഒരിക്കൽ സംസാരിക്കുമ്പോൾ അതിനോട് റെസ്പോണ്ട് ചെയ്യുന്നവന് ദൈവം വീണ്ടും സംസാരിക്കും. ദൈവം വീണ്ടും നിയോഗങ്ങൾ തരും. ദൈവം വീണ്ടും അരുളപ്പാടുകൾ തരും. കർത്താവ് എടുത്ത് ഉപയോഗിക്കും. പറഞ്ഞേ ഹല്ലേലൂയ, പറഞ്ഞേ ഹല്ലേലൂയ. ഇപ്പൊ ജോൺ പോൾ പറഞ്ഞില്ലേ, ഒരു വചനം കണ്ടു. വചനപ്പെട്ടി എന്നാണ് ആദ്യം ബൈബിൾ എടുക്കുന്നത്. ബൈബിൾ തുറന്നിട്ടില്ല, ഒരു വചനം എടുത്തു. അപ്പൊ അത് കണ്ടപ്പോ ഇത് ദൈവം സംസാരിക്കുകയാണ്. അപ്പൊ വീണ്ടും കേൾക്കാൻ കൊതിയായി. വീണ്ടും കർത്താവെ ഒന്നുകൂടെ സംസാരിക്കണേ. കണ്ടോ, റെസ്പോണ്ട് ചെയ്തു. അപ്പൊ ദൈവം വീണ്ടും സംസാരിച്ചു. അപ്പോൾ വീണ്ടും പറഞ്ഞു, ദൈവമേ കർത്താവെ ഒന്നുകൂടെ സംസാരിക്കണേ. കർത്താവ് വീണ്ടും സംസാരിച്ചു. അങ്ങനെ സംസാരിച്ച് നമ്മുടെ ഈ മൊത്തം ആഗമന ബൈബിളിൽ ഏതാണ്ട് 36,000 വാക്യങ്ങളാണുള്ളത്. ഈ മനുഷ്യൻ ഏതാണ്ട് 10,000-ലധികം വചനങ്ങൾ കാണാതറിയാം. ഹല്ലേലൂയ. മനസ്സിലായോ? ഞാൻ ചോദിക്കട്ടെ, ഒരു 100 വചനം അറിയാവുന്നവരൊന്ന് കൈവക്കിക്കേ. ഇല്ലല്ലോ. ഒരു 100 വചനം കാണാതെ പറയാം. ഞാൻ വിളിക്കേ, ഉമ്മാവൂക്കരുത്. അന്നേരമാണ് ഞാൻ പറയുന്നത് 10,000-ലധികം വചനം അധ്യായ കണക്കിന് പറയും എന്ന് പറഞ്ഞോ. വല്ലതും വംശാവലിയൊക്കെ പറഞ്ഞോ? വംശാവലി പറഞ്ഞോ? ഇല്ല. അത് ആ വംശാവലിയൊക്കെ മൊത്തം അങ്ങ് പറയും. അധ്യായങ്ങൾ കണക്ക് അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. ഞാൻ ചോദിക്കട്ടെ, ഒരു 10 വചനം പോലും കാണാതെ അറിയാത്തവനാണ് കേൾക്കുന്നത്. ഞാൻ പറയുകയാണ്, അവന് 10,000 വചനം അറിയാന്ന് പറഞ്ഞിട്ട് അതും കേട്ടിട്ട് ഇങ്ങനെ ഇരിപ്പാണ്. പറഞ്ഞ ഹല്ലേലൂയ. റെസ്പോണ്ട് ചെയ്യത്തില്ല സാറേ, റെസ്പോണ്ട് ചെയ്യത്തില്ല. എന്തെന്നറിയോ? ഈ ഉണർവ് വരാത്ത എന്താണെന്നറിയോ? ഉണർവ്. ഞാൻ ഒത്തിരി യാത്ര ചെയ്യുന്നുണ്ട്, എനിക്ക് പെട്ടെന്ന് വ്യത്യാസം ഭയങ്കരമായിട്ട് ഫീൽ ചെയ്യും. മനസ്സിലാവുന്നുണ്ടോ? അതായത് നമ്മൾ വേറൊരു സമൂഹത്തിൽ ചെന്ന് നിൽക്കുകയാണെങ്കിൽ അവിടെ ഇങ്ങനെ ആത്മാവ് ഇങ്ങനെ സംസാരിച്ചുകൊണ്ട്, കാരണം എന്താ പറയുക, അവിടെ ഇരിക്കുന്നവൻ ഇത് പിടിക്കാണ്ടിരിക്കുക. ഇതും കേട്ടിട്ട് ഇങ്ങനെ ഇരിക്കുന്നവനല്ല. പറഞ്ഞേ ഹല്ലേലൂയ. അങ്ങനെ ഇരിക്കുന്നവൻ്റെ അടുത്ത് കർത്താവ് സംസാരിക്കത്തില്ല. നമ്മൾ കിടന്ന് വെപ്രാളപ്പെടണം, നമ്മൾ കിടന്ന് വിഷമിക്കണം. കാരണം വചനം വരുത്തില്ല. പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാൻ കുറ്റം പറയല്ല, നമ്മൾ വളരണം. നമ്മൾ ഒത്തിരി കാലമായില്ലേ കൺവെൻഷനൊക്കെ കൂടാൻ തുടങ്ങിയിട്ട്. നമ്മൾ വളരണം. ദൈവവചനം ഒരു വചനം കേൾക്കുമ്പോൾ കൊതിയോടെ കേൾക്കണം. അത് കേൾക്കുമ്പോൾ അത് ആത്മാവിൽ അതൊരു ഉണർവാവണം. ഈ ഉണർവിൽ നിന്ന് നമ്മുടെ ജനത്തിന്
ഉണർവില്ല. നമ്മൾ മരപ്പാവകളെ പോലെ ഇങ്ങനെ പോവാണ്. പള്ളി വരുന്നു, യന്ത്രമനുഷ്യരെ പോലെ വരുന്നു, പിന്നെ പള്ളിക്കകത്ത് ഇങ്ങനെ നിൽക്കുന്നു, അങ്ങനെ കുരിശൊക്കെ വരയ്ക്കുന്നു, അതുപോലെ തന്നെ ഒരു അനക്കമില്ലാതെ തിരിച്ചു പോന്നു. ഇതാണ് നമ്മുടെ പലരുടെയും അവസ്ഥ. ഞാൻ ചോദിക്കട്ടെ, നമ്മൾ ദേവാലയത്തിലേക്ക് വന്ന് പ്രാർത്ഥിച്ചിട്ട് ഒരു ദൈവാനുഭവം ഉണ്ടായിട്ട് അയാൾ ഇറങ്ങുമ്പോൾ അയാളൊക്കെ എന്തൊരു വ്യത്യാസത്തിലാണ് ഇറങ്ങേണ്ടത്. പറഞ്ഞേ ഹല്ലേലൂയ. അതങ്ങോട്ട് തലകുത്തി മറിയുന്ന ഒരു അഭിഷേകം വെളിപ്പെടണം. അതിന് റെസ്പോണ്ട് ചെയ്യണം. പറഞ്ഞേ ഹല്ലേലൂയ. കർത്താവ് സംസാരിക്കുമ്പോൾ റെസ്പോണ്ട് ചെയ്യണം. ഒരു വാഗ്ദാനം കേട്ടാൽ അപ്പം തന്നെ ചാടി ആമേൻ പറയണം. ഇപ്പൊ ദൈവം പറയുകയാണ്, കർത്താവ് ഇങ്ങനെ പറയുകയാണ്, എന്താണ്? കർത്താവിൻ്റെ ദൂതൻ ദൈവഭക്തരുടെ ചുറ്റും പാളയമടിച്ച് അവനെ സംരക്ഷിക്കും. അപ്പം പറഞ്ഞോണം ആമേൻ. പറഞ്ഞേ ഹല്ലേലൂയ. മനസ്സിലാവുന്നുള്ളൂ. അതായത് ആമേൻ എന്ന് പറഞ്ഞാൽ അത് എന്നെ സംഭവിക്കട്ടെ എന്നാണ്. അങ്ങനെ ചോദിക്കുന്നവന് വേണ്ടി ദൈവം വചനം അങ്ങനെ തുറന്നു തരും. ചോദിക്കാതിരിക്കുന്ന ഒരു ജനത്തിന് വേണ്ടി എന്താണ്? കർത്താവ് സംസാരിക്കത്തില്ല. പറഞ്ഞ ഹല്ലേലൂയ. കർത്താവ് സംസാരിക്കത്തില്ല. നമ്മൾ ശുശ്രൂഷയിൽ കടന്ന് വിഷമിക്കേണ്ടി വരും. മനസ്സിലാവുന്നുണ്ടോ? എനിക്ക് എന്താ പറയുക, ഞാൻ 5 മണിക്കൂർ 6 മണിക്കൂറൊക്കെ കണ്ടിന്യൂസ് ആയിട്ട് നിൽക്കും. എനിക്ക് ക്ഷീണം വരത്തില്ല, ജനം ആത്മാവിലാണെങ്കിൽ. കാരണം ഈ പരിശുദ്ധാത്മ എങ്ങനെ വചനം തന്നുകൊണ്ടിരിക്കും. എന്നാൽ അതേ ജനം ഇങ്ങനെ ഹൃദയം അടച്ചാണ് ഇരിക്കുന്നതെങ്കിൽ 15 മിനിറ്റ് കഴിയുമ്പോഴും ടയർഡാവും. ഇത് എപ്പോൾ തീരുമെന്ന് ഞാനിങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കും. പറഞ്ഞ ഹല്ലേലൂയ. നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? കാരണം നമ്മുടെ കയ്യിൽ നമ്മുടേതെന്ന് പറഞ്ഞ ഒന്നുമില്ല. ഇങ്ങനെ മേളിൽ നിന്ന് ഇങ്ങനെ ഈ കറണ്ട് പാസ് ചെയ്യുന്ന പോലെ വരണം. അത് വരണമെങ്കിൽ അപ്പുറത്തിരിക്കുന്നവൻ അത് വാങ്ങാനിരിക്കണം. പറഞ്ഞ ഹല്ലേലൂയ. പറഞ്ഞ ഹല്ലേലൂയ. ഞാൻ പറഞ്ഞ മനസ്സിലാവുന്നുണ്ടോ? നമ്മുടെ വചന ശുശ്രൂഷകൾ ഡ്രൈ ആയി പോകുന്നുണ്ടെങ്കിൽ അതിൻ്റെ പകുതി ഉത്തരവാദിത്വം അത് കേൾക്കാൻ വരുന്നവരുടെയാണ്. പറഞ്ഞ ഹല്ലേലൂയ. കാരണം അവർ കർത്താവിൻ്റെ വചനത്തിന് വേണ്ടി ദാഹിക്കുന്നില്ല. ദാഹിച്ചാൽ അവിടെ ഒഴുകും. അവിടെ ഇങ്ങനെ, ഞാൻ സിംഗപ്പൂരിലെ മലയാളികൾക്ക് ധ്യാനം നടത്തിയായിരുന്നു. 9 മണിക്ക് രാവിലെ കയറിയതാണ്. ഞാൻ വാഷ്റൂമിൽ പോകാൻ വേണ്ടി പോലും പുറത്തിറങ്ങിയിട്ടില്ല. 1:15 ഇറങ്ങുന്നത്. ഒറ്റ നിപ്പ്. മനസ്സിലായോ? കാരണം എന്തറിയാം, അവരിങ്ങനെ വലിച്ചു പറിച്ചെടുക്കാനിരിക്കുക. പറഞ്ഞ ഹല്ലേലൂയ. പറഞ്ഞ ഹല്ലേലൂയ. ഹല്ലേലൂയ. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, റെസ്പോണ്ട് ചെയ്യുന്നവനെ, പ്രതികരിക്കുന്നവനെ പണിതുയർത്തുന്നവനാണ് ദൈവം. ഇത് കർത്താവ്. ഒന്നാമത്തെ കാര്യം നമ്മൾ ചിന്തിക്കണം, ഇത് കർത്താവാണ് സംസാരിക്കുന്നത്, ദൈവമാണ് എന്നോട് മിണ്ടുന്നത്. ഞാൻ വിചാരിച്ചു ഞാനാണ് ഏറ്റവും കൂടുതൽ ദൂരെ നിന്ന് വരുന്നതെന്ന്. ഞാൻ തിരുവനന്തപുരത്തു നിന്ന് വരുന്നു. പക്ഷെ ഇപ്പം ഞാൻ വരുന്ന വഴിക്ക് ഒരു ചെറുപ്പക്കാരനെ കണ്ടു. അവൻ വന്നത് തൃശ്ശൂരിൽ നിന്നാണ്. അടൂരുകാരൻ വന്നിട്ടില്ല. പറഞ്ഞ ഹല്ലേലൂയ. പക്ഷെ തൃശ്ശൂരിൽ നിന്നൊരു ചെറുപ്പക്കാരൻ. ഞാൻ ചോദിച്ചു, നീ ഇവിടെ എവിടെയെങ്കിലും ജോലി ചെയ്യുകയാണോ? അപ്പോൾ അവൻ എന്നോട് പറഞ്ഞു, അല്ല, ഞാൻ ഇത് കണ്ടിട്ട് ഒരു ശുശ്രൂഷ ഇവിടെ ഉണ്ടെന്നറിഞ്ഞിട്ട് അത് കൂടാൻ വന്നതാണ്. പറഞ്ഞ ഹല്ലേലൂയ. ഇതിനകത്തുണ്ട്. പറഞ്ഞ ഹല്ലേലൂയ. അവനെ ദൈവം തൊടും. മനസ്സിലായി? കാരണം അവൻ ഇതിനു വേണ്ടി ദാഹിച്ചു വന്നവനാണ്. പറഞ്ഞ ഹല്ലേലൂയ. ഹല്ലേലൂയ. നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? അതായത് ഈ ദാഹമുള്ളവനെ കർത്താവ് പെട്ടെന്ന് വലിച്ചു വാരിയും എടുക്കും, തൊടും, മാറ്റിമറിക്കും, അത്ഭുതങ്ങൾ പ്രവർത്തിക്കും. അതുകൊണ്ട് ദാഹിക്കണം പ്രിയപ്പെട്ടവർ. എന്നൊക്കെ പറഞ്ഞേ ഹല്ലേലൂയ. ഹല്ലേലൂയ. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, സങ്കീർത്തനം 47:1 കരഘോഷത്തോടെ കർത്താവിനെ സ്തുതിക്കണം എന്നുള്ളത്. ഒന്ന് വായിച്ചത് സങ്കീർത്തനങ്ങൾ 47:1. പെട്ടെന്ന് വായിക്കാം. ജനതകളെ, അങ്ങനെ വായിച്ചോ. ജനതകളെ കരഘോഷമുയർത്തി, വായിച്ചോ. ജനതകളെ കരഘോഷം മുഴക്കുവിൻ. ജനതകളെ എന്ന് പറഞ്ഞേ, ജനതകളെ കരഘോഷം മുഴക്കുവിൻ. ദൈവത്തിന്റെ മുമ്പിൽ ആഹ്ലാദാരവം മുഴക്കുവിൻ. ഇതിന് മടി കാണിക്കരുത്. മനസ്സിലായോ? അതായത് കർത്താവിനെ ഇപ്പൊ ഞാൻ ഹല്ലേലൂയ പറഞ്ഞേ, ഹല്ലേലൂയ എന്ന് പറഞ്ഞ് ഹല്ലേലൂയ പറയുന്ന, ഞാൻ ഉദാഹരണം പറഞ്ഞാണ്, ഞാൻ ഹല്ലേലൂയ പറഞ്ഞേ എന്ന് പറഞ്ഞ് ഒരു ഹല്ലേലൂയ പറയുന്നതിനേക്കാളും അത് സ്പോണ്ടേനിയസ് ആയിട്ട് വരണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ. സ്തോത്രം. കർത്താവേ നന്ദി. അത് മനസ്സിലായോ? അത് ആ ദൈവജനം. കാരണം അവരുടെ ദൈവം അവരോട് സംസാരിക്കുമ്പോൾ അവർ ആ ദാഹത്തോടെ ഇരുന്നാൽ, അപ്പോൾ ജനതകളെ കരഘോഷം മുഴക്കുവിൻ. ഹല്ലേലൂയ. ഞാൻ ചോദിക്കട്ടെ നിങ്ങളോട്, ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം നടക്കുമോ? യുദ്ധം നടക്കാതിരിക്കട്ടെ. പക്ഷേ ഇന്ത്യ പാകിസ്ഥാൻ ക്രിക്കറ്റ് കളി നടക്കുകയാണ്. അവസാനത്തെ ഓവർ, അവസാനത്തെ
എന്താണ് അതിന് പറയുന്നത്, ബോൾ, അവസാനത്തെ ഓവർ, 6 റൺസ് വേണം ജയിക്കാൻ. ഇന്ത്യക്കാരൻ ബാറ്റ് ചെയ്യാൻ നിൽക്കുന്നു. അവൻ അവസാനത്തെ ഓവറിൽ അവസാനത്തെ റണ്ണിൽ 6 അടിച്ചാൽ ഇന്ത്യക്കാരൻ്റെ കൈയുടെ എങ്ങനെ ആയിരിക്കും? ഞാൻ ഒന്ന് കാണട്ടെ, നോക്കട്ടെ. നിന്റെ ദൈവത്തിന് വേണ്ടി മിനിമം അത്രയെങ്കിലും അടിക്കണം ദൈവത്തിന് വേണ്ടി. അല്ല, നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളിൽ നമ്മൾ എല്ലാം മറന്നാഹ്ലാദിക്കും. ഞാൻ ഇവിടുന്ന് ഇങ്ങനെ വടക്ക് ഭാഗത്ത് ഇവിടുന്നോ രാത്രി വണ്ടി ഓടിച്ച് ഞാൻ തിരിച്ച് തിരുവനന്തപുരത്തേക്ക് പോവാണ്. പൊയ്ക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ ഒരു കാഴ്ച കണ്ടു. ആയൂർ ജംഗ്ഷനിൽ കുറച്ചങ്ങോട്ട് മാറി, അവിടുന്ന് ഓയൂരൊക്കെ പോകുന്ന വഴിയുടെ അപ്പുറത്തേക്ക് മാറി വലിയൊരു TV വെച്ചിട്ട് അവിടെ കുറേ ആളുകൾ രാത്രിയിൽ ഇങ്ങനെ, ഓർക്കുന്നില്ല ഞാൻ, ഫുട്ബോളാണോ ക്രിക്കറ്റാണോ എന്താണെന്ന് ഓർക്കുന്നത്, എന്തോ ഒരു ഫൈനലാണ്, ഒരു പ്രമാദമായൊരു കളിയാണ്. അപ്പം ഞാനിതിങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കുന്ന സമയത്ത് ഞാൻ കാണുകയാണ് ഒരു മനുഷ്യൻ്റെ അരയിലെ മുണ്ടഴിഞ്ഞ് താഴെ കിടക്കാണ്. ഇയാൾ അറിഞ്ഞിട്ടില്ല. ഞാൻ ആലോചിച്ച് നോക്കിയ, ദൈവമേ, ആ ക്രിക്കറ്റിനോട് ഭ്രമമുള്ളവന് ഉടുതുണി അഴിഞ്ഞു വീട്ട് പോലും അവൻ അറിഞ്ഞിട്ടില്ല. അവൻ അങ്ങനെ നിൽക്കുകയാണ്. അവൻ അവിടെ ഇപ്പം ഗോള് വീഴുമെന്ന് പറഞ്ഞ് അവൻ നിൽക്കുകയാണ്. അവന് മുണ്ട് പോയത് അവൻ അറിഞ്ഞിട്ടില്ല. മനസ്സിലായോ? അതായത് അതൊക്കെയാണ് മനുഷ്യൻ ഓരോ കാര്യങ്ങളോടുള്ള ആത്മാർത്ഥത. ഇങ്ങനെ ഇരുന്നാൽ പോരാ, മരം പോലെ. ഇതിനകത്ത് അതായത് കർത്താവ് ഒരു കാര്യം പറയുകയാണ്. അപ്പോൾ കർത്താവ് പറയുമ്പോൾ എനിക്ക് സങ്കടം തോന്നി. ഞാൻ ആ സാക്ഷി അവസാനമായപ്പോഴാണ് വന്നത്. അതായത് വലിയ കാര്യങ്ങൾ പറയുകയാണ്. കർത്താവ് ഒരു വചനം കൊണ്ട് എൻ്റെ ഭർത്താവിനെ തൊടണേന്ന് എൻ്റെ ഭാര്യ പ്രാർത്ഥിച്ചപ്പോൾ 1000 വചനം കൊണ്ട് എന്നെ തൊട്ടു. മനസ്സിലായോ? ഇതിനകത്തുനിന്ന് ഒരു സന്തോഷം ഞാൻ ഇങ്ങനെ നോക്കായിരുന്നു. എനിക്ക് വിഷമം വരുമായിരുന്നു അവിടെ ഇരുന്നിട്ട്. ഞാൻ ഓർക്കുക, ദൈവമേ, ഇതൊക്കെ കേട്ടിട്ട് ഈ ജനത്തിന് ഒരു സന്തോഷമില്ല. ആകെ സന്തോഷം മറ്റേ ഈ കൊല പഴുത്തേൻ്റെയും പിന്നെ ഷീറ്റ് അതിൻ്റെയൊക്കെ സന്തോഷമേ ഉള്ളൂ. ഇതിനകത്തൊന്നും ഒരു സന്തോഷമില്ല. സങ്കീർത്തനങ്ങൾ 37:4 വായിക്കേ. സങ്കീർത്തനങ്ങൾ 37:4 പുസ്തകമൊന്നും കൊണ്ടുവരുത്തുമില്ല, പിന്നെ അപ്പുറത്തിരിക്കുന്നവൻ്റെ നോക്കുക. സങ്കീർത്തനം 37:4 വായിക്കേ. കർത്താവിൽ ആനന്ദിക്കുക, അവിടുന്ന് നിന്റെ ആഗ്രഹങ്ങൾ സാധിച്ചു തരും. എന്ത് ചെയ്താൽ ഒരു കല്ലേലിയെ കേട്ടു, സന്തോഷം. എന്ത് ചെയ്താൽ? കർത്താവിൽ ആനന്ദിച്ചാൽ. കണ്ടോ? അതായത് ദൈവത്തിൽ നിന്റെ ആനന്ദം വെച്ചാൽ, ദൈവം ആനന്ദമായി മാറിയാൽ, കർത്താവിന്റെ വചനം പറയുകയാണ്, നിന്റെ ആഗ്രഹങ്ങളെല്ലാം അവിടുന്ന് സാധിച്ചു തരും. നമുക്ക് നമ്മുടെ സന്തോഷം വെക്കേണ്ടത് ആരിലാണ് പ്രിയപ്പെട്ടവരെ? ആരിലാണ്? കർത്താവിൽ സന്തോഷിക്കണം. പറഞ്ഞേ ഹല്ലേലൂയാ. ദൈവകാര്യങ്ങൾ, പരിശുദ്ധ പള്ളിയിൽ പോകുന്നു, കുർബാനയ്ക്ക് നിൽക്കുന്നു, അത് സന്തോഷിക്കണം. നിങ്ങളുടെ സഭായോഗങ്ങൾ അടുത്ത് വരുമ്പോൾ പരസ്പരം പ്രോത്സാഹിപ്പിക്കണം എന്നാണ് ഹെബ്രായ ലേഖനത്തിൽ ദൈവത്തിന്റെ വചനം പറഞ്ഞത്. നിങ്ങളുടെ സഭാ കൂട്ടായ്മയുടെ ദിവസം, അതായത് ഞായറാഴ്ച ദിവസം അടുത്ത് വരുന്ന സമയത്ത് നിങ്ങൾ പരസ്പരം പ്രോത്സാഹിപ്പിക്കണം. പറഞ്ഞേ ഹല്ലേലൂയാ. ഒന്നുറക്കെ പറഞ്ഞേ ഹല്ലേലൂയാ. അപ്പൊ സങ്കീർത്തനം 37:4 ഒന്ന് ഏറ്റു പറയാം. കർത്താവിൽ ആനന്ദിക്കുക, അവിടുന്ന് നിന്റെ ആഗ്രഹങ്ങൾ സാധിച്ചു തരും. ഒന്നുകൂടെ, കർത്താവിൽ ആനന്ദിക്കുക, അവിടുന്ന് നിന്റെ ആഗ്രഹങ്ങൾ സാധിച്ചു തരും. ഒന്നുകൂടെ, കർത്താവിൽ ആനന്ദിക്കുക, അവിടുന്ന് എൻ്റെ ആഗ്രഹങ്ങൾ സാധിച്ചു തരും. പറഞ്ഞേ ഹല്ലേലൂയാ. ഇനി നന്നായിട്ടൊന്ന് കരങ്ങളടിച്ച് കർത്താവിനെ ആരാധിച്ചേ. നന്നായിട്ട് ഹല്ലേലൂയാ. വെരി ഗുഡ്. വായിക്കാം. ജോബ് അധ്യായം 22 വാക്യം 24 മുതൽ. ജോബ് 22:24 മുതൽ. സ്വർണത്തെ പൊടിയിലും ഓഫീർ പൊന്നിനെ നദീതടത്തിലെ കല്ലുകൾക്കിടയിലും എറിയുമെങ്കിൽ സർവശക്തൻ നിനക്ക് സ്വർണവും വിലപിടിച്ച വെള്ളിയും ആകുമെങ്കിൽ സർവശക്തനിൽ ആനന്ദിക്കുകയും ദൈവത്തിൻ്റെ നേരെ മുഖം ഉയർത്തുകയും ചെയ്യും. നീ അവിടുത്തോട് പ്രാർത്ഥിക്കുമ്പോൾ അവിടുന്ന് കേൾക്കും. നീ നിന്റെ നേർച്ചകൾ നിറവേറ്റും. നീ തീരുമാനിക്കുന്ന കാര്യം നിനക്ക് സാധിച്ചു കിട്ടും. നിന്റെ പാതകൾ പ്രകാശിതമാകും. എന്തെന്നാൽ ദൈവം അഹങ്കാരിയെ താഴ്ത്തും, എളിയവനെ രക്ഷിക്കും. പറഞ്ഞേ ഹല്ലേലൂയാ. കണ്ടോ? വചനം കണ്ടായിരുന്നോ?
ജോബിന്റെ പുസ്തകം 22-ാം അധ്യായം 24 മുതൽ. ബൈബിളുള്ളവരൊന്ന് വായിച്ചേ. നേരെ നടുക്കോട്ട് തുറന്നാൽ സങ്കീർത്തനം കിട്ടും. നിക്ക് അവിടെ ഇത് പഠിപ്പിച്ചിട്ടേ ഉള്ളൂ. അടുത്ത് നേരെ നടുക്കോട്ട് തുറന്നാൽ സങ്കീർത്തനം കിട്ടും. ഇനി അതിന്റെ പുറകോട്ട് മറിച്ചാൽ ജോബ് കിട്ടും. വായി. സ്വർണത്തെ പൊടിയിലും ഓവീർ പൊന്നിനെ നദീതടത്തിലെ കല്ലുകൾക്കിടയിലും എറിയുമെങ്കിൽ, കണ്ടോ എന്ന് പറഞ്ഞാല് നിന്റെ പ്രത്യാശ സ്വർണം, വെള്ളി, പണം, സമ്പത്ത്, ബാങ്ക് ബാലൻസ് ഇതിൽ നിന്ന് മാറ്റിയിട്ട് സ്വർണത്തെ പൊടിയിലും ഓവീർ പൊന്നിനെ നദീതടത്തിലെ കല്ലുകൾക്കിടയിലും എറിയുമെങ്കിൽ സർവശക്തൻ നിനക്ക് സ്വർണവും വിലപിടിച്ച വെള്ളിയും ആകുമെങ്കിൽ. കേൾക്കുന്നുണ്ടോ എന്ന് പറഞ്ഞാൽ എന്താ? സർവശക്തൻ നിനക്ക് പൊന്നും വെള്ളിയും ആവണം. പൊന്നിനെക്കാളും വെള്ളിയെക്കാളും വിലപ്പെട്ടവനായി ദൈവത്തെ കരുതണം, കാണണം. അങ്ങനെ കണ്ടാൽ അങ്ങനെ കണ്ടാൽ എന്ന് പറഞ്ഞാൽ അകത്ത് എപ്പോഴും ദൈവമാണ് വലുത്. മനസ്സിലായോ? പണം വേണം, പണം ദൈവം തരും. സൗകര്യങ്ങൾ വേണം, സൗകര്യങ്ങൾ ദൈവം തരും. അവസരങ്ങൾ വേണം, അവസരങ്ങൾ ദൈവം തരും. വഴികൾ തുറക്കപ്പെടണം, വഴികൾ ദൈവം തുറക്കും. ഇതിനകത്തല്ല നമ്മുടെ എനർജി കളയേണ്ടത്. മറിച്ച് കർത്താവിൽ നമ്മുടെ ആനന്ദം വെക്കണം. ദൈവത്തെ കൺമുമ്പിൽ കാണണം, ദൈവത്തെ മുൻനിർത്തി ജീവിക്കണം. ഇന്ന് രാവിലെ എഴുന്നേറ്റപ്പം മുതൽ ഇവിടേക്ക് വരുന്നത് വരെ ദിവസത്തിൽ എത്ര തവണ ദൈവമെന്ന വിചാരം ഉള്ളിൽ വന്നു? എത്ര നേരം പ്രാർത്ഥിച്ചു? എത്ര നേരം കർത്താവിൻ്റെ വചനം വായിച്ചു? എത്ര നേരം ദൈവത്തോട് സംസാരിച്ചു? ഉള്ളിൽ രാഷ്ട്രീയമാണോ വരുന്നത്? ഉള്ളിൽ മറ്റുള്ളവരെ കുറിച്ചുള്ള ചിന്തകളാണോ വരുന്നത്? അകത്തുകൂടി ഇങ്ങനെ പിടിതരാതെ നടക്കുന്ന ചിന്തകൾ എന്തിനെക്കുറിച്ചുള്ളതാണ്? നീ ദൈവത്തെക്കുറിച്ച് ഓർക്കാറുണ്ടോ? ദൈവത്തെക്കുറിച്ച് ചിന്തിക്കാറുണ്ടോ? ദൈവത്തിൻ്റെ തേജസ് വെളിപ്പെടാൻ ആഗ്രഹിക്കാറുണ്ടോ? ദൈവത്തിൻ്റെ മഹത്വം കാണാൻ ദാഹിക്കാറുണ്ടോ? ദൈവമേ നീ എൻ്റെ കൂടെ വരണം എന്ന് ആഗ്രഹിക്കാറുണ്ടോ? ദൈവത്തിൻ്റെ സാന്നിധ്യത്തിന് വേണ്ടി കൊതിക്കാറുണ്ടോ? അവിടുത്തെ മഹത്വം സീനായ് മലയിൽ ഇറങ്ങി വന്ന പോലെ എൻ്റെ വീട്ടിൽ ഇറങ്ങി വരണം എന്ന് ആഗ്രഹിക്കാറുണ്ടോ? പെന്തക്കോസ്തായിൽ മാളിക കീറി ഇറങ്ങിയ ദൈവ ആത്മാവിൻ്റെ അഗ്നി എൻ്റെ വീട്ടിൽ ഇറങ്ങണം എന്ന് ദാഹിച്ചിട്ടുണ്ടോ? പ്രാർത്ഥനാപായ വിരിക്കുമ്പോൾ കർത്താവിൻ്റെ അടുത്ത് വന്നിരിക്കണം എന്ന് ദാഹിച്ചിട്ടുണ്ടോ? അതോ ഇതെല്ലാം കടമകളാണോ? ഇതെല്ലാം യാന്ത്രികമായി തീരുകയാണോ? ദൈവം കൂടെ നടക്കുന്നുണ്ടോ? പറഞ്ഞ ഹല്ലേലൂയാ, പറഞ്ഞ ഹല്ലേലൂയാ. അതായത് കൂടാരങ്ങളിൽ വസിച്ച ഒരു ദൈവമുണ്ട്. കൂടാരങ്ങളിൽ വസിച്ചൊരു ദൈവം എന്ന് പറഞ്ഞാൽ ജനത്തെ ഈജിപ്തിൽ നിന്ന് മോചിപ്പിച്ച് വാഗ്ദത്ത നാട്ടിലേക്ക് കൊണ്ടുപോകുന്ന യാത്രക്കിടയിൽ ജനത്തിൻ്റെ നടുക്ക് അവിടുന്ന് കൂടാരത്തിൽ താമസിച്ചു, ജനത്തിൻ്റെ കൂടെ താമസിച്ചു. എന്നിട്ട് നൽകാമെന്ന് പറഞ്ഞ വാഗ്ദത്ത നാട്ടിലെത്തിയപ്പോൾ അവരോട് പറഞ്ഞു, ഇനി എനിക്ക് വസിക്കാൻ ആലയം പണിയാൻ പറഞ്ഞു. എന്നിട്ട് അവിടെ അവരുടെ കൂടെ വസിച്ചു. അത് കഴിഞ്ഞ് ഏതാണ്ട് 500 വർഷം കഴിഞ്ഞ് 600 വർഷങ്ങൾക്കുള്ളിൽ ആ നാട്ടിൽ നിന്ന് പാപവും അധർമ്മവും തിന്മയും വർദ്ധിച്ചു വന്ന ആ കണ്ണുനീരിൻ്റെയും ഗതികേടിൻ്റെയും കാലത്ത് അവർ പ്രവാസത്തിലേക്ക് പറിച്ചു നടപ്പെട്ടു. ബാബിലോണിലേക്ക് അടിമകളായി കൊണ്ടുപോകപ്പെട്ടു. റാമായിൽ ഒരു വിലാപം. റാഹേൽ തൻ്റെ മക്കളെ ഓർത്ത് കരയുന്നു. കേട്ടിട്ടുണ്ടോ ആ വാക്യം? റാമായിൽ ഒരു വിലാപം. എന്താണ് റാമ? ബാബിലോണിലേക്ക് അടിമകളായിട്ട് കയ്യും കാലും കൂച്ചുവിലങ്ങിട്ട് കെട്ടിപ്പൂട്ടി വലിച്ചഴിച്ച് കൊണ്ടുപോകുന്ന ആളുകളെ ഒരുമിച്ച് കൂട്ടിയിട്ട് ഹബ്ബിന്റെ പേരായിരുന്നു റാമ. എന്തായിരുന്നു റാമായിലെ വിലാപം? പ്രവാസത്തിലേക്ക് ജന്മനാട്ടിൽ നിന്നും പറിച്ചു മാറ്റപ്പെട്ട ജനം അറിയാത്ത അന്യദേശക്കാരന്, അന്യഭാഷക്കാരൻ്റെ നാട്ടിലേക്ക് ഗതികേടിന്റെ ഭാണ്ഡം തലയിൽ ചുമന്ന് ആ കണ്ണുനീരും ഭാരവും ചുമന്ന് അവരിങ്ങനെ കെട്ടപ്പെട്ട മനുഷ്യരായി ചങ്ങലയിട്ട് പൂട്ടി അടിമകളായി വലിച്ചിഴക്കപ്പെട്ട് കൊണ്ടുപോകുമ്പോൾ അതിനുവേണ്ടി അവരെ ഒരുമിച്ച് കൂട്ടിയ സ്ഥലത്തിന്റെ പേരാണ് റാമ. റാമായിൽ റാഹേൽ തൻ്റെ മക്കളെ ഓർത്ത് കരയുന്നു. യാക്കോബിന്റെ ഭാര്യ, യാക്കോബിന്റെ മക്കളെ ഓർത്ത്, യൂദാ വംശത്തെ ഓർത്ത്, ഇസ്രായേലിനെ ഓർത്ത്, യഹൂദനെ ഓർത്ത്, ആ തലമുറയെ ഓർത്ത് റാഹേൽ കരയുന്നു എന്ന് പ്രവാചകൻ പറഞ്ഞത് ഈ റാമായിൽ നിന്ന് ഇങ്ങനെ കൂട്ടിക്കൊണ്ടു പോകുമ്പോൾ. അങ്ങനെ ജെറുസലേമിൽ നിന്ന് നഗരം ശിഥിലമാവുകയും നഗരം കത്തിച്ച് ചാമ്പലാക്കുകയും ദേവാലയം അഗ്നിക്കിരയാക്കുകയും ചെയ്ത് നെബൂഖദ്നേസർ
ഈ ജനത്തെ അടിമകളായി ബാബിലോണിലേക്ക് കൊണ്ടുപോകുന്നതിന് ഏതാണ്ട് 150 വർഷങ്ങൾക്ക് മുമ്പ് ഒരു പ്രവാചകൻ, അദ്ദേഹത്തിൻ്റെ പേര് യേശയ്യ, അദ്ദേഹം ഒരു ദർശനം കണ്ടു ദേവാലയത്തിൽ. ഈ പ്രവാസത്തിലേക്ക് ജനം പോകുന്നതിന് 150 വർഷം മുമ്പ് യേശയ്യ പ്രവാചകൻ ഒരു ദർശനം കണ്ടു. ദേവാലയത്തിൽ ഉന്നതമായ സിംഹാസനത്തിൽ ദൈവമായ കർത്താവ് ഉപവിഷ്ടനായിരിക്കുന്നു. യെശയ്യാ അധ്യായം 6. ദേവാലയത്തിൽ ഉന്നതമായൊരു സിംഹാസനത്തിൽ ദൈവമായ കർത്താവ് ഉപവിഷ്ടനായിരിക്കുന്നു. അവിടുത്തെ മഹത്വം, അവിടുത്തെ വസ്ത്രാഞ്ചലം ദേവാലയം മുഴുവൻ നിറഞ്ഞു. അവിടുത്തെ പരിശുദ്ധിയെ കെരൂബുകൾ, സെറാഫുകൾ ആരാധിക്കുന്നു. ഇത് അദ്ദേഹം കണ്ടു. ശ്രദ്ധിക്കുന്നുണ്ടോ? എൻ്റെ കൂടെ വരണം. ദർശനം, ദൈവമഹത്വം, ദൈവം ഇരിക്കുന്നത് കണ്ടു സിംഹാസനം വിട്ട്. എവിടെ? എവിടെ? ഒന്ന് പറ. ദേവാലയത്തിൽ. എവിടാ ദൈവം? ദേവാലയത്തിൽ. എന്ന് പറഞ്ഞാൽ ജനം ജെറുസലേമിൽ, യൂദായിൽ അവർ താമസിച്ചിരുന്ന സമയത്ത് ദൈവം എവിടാ? ദേവാലയത്തിൽ. എന്നാൽ അത് കഴിഞ്ഞ് വർഷങ്ങൾ കഴിയുമ്പോൾ ഈ നഗരം കത്തിച്ചാമ്പലായി, ഈ ദേവാലയം അഗ്നിക്കരയായി, അവിടെ ആരാധനകൾ നിർത്തലാക്കപ്പെട്ടു. ഈ ജനം അടിമകളായി ബാബിലോണിലേക്ക് കൊണ്ടുപോകപ്പെട്ടു. ആ കൊണ്ടുപോയവരുടെ കൂട്ടത്തിൽ 3 ഘട്ടങ്ങളിലായിട്ടാണ് പ്രവാസം. 1-ാം ഘട്ടത്തിലാണ് ദാനിയേൽ, ശദ്രാക്ക്, മെഷാക്ക്, അബദ്നെഗോ തുടങ്ങിയ ചെറുപ്പക്കാർ. 2-ാം ഘട്ടത്തിലാണ് എസക്കിയേൽ എന്ന പ്രവാചകൻ. 2-ാം ഘട്ടത്തിലാണ് കൊണ്ടുപോകുന്നത് ബാബിലോണിലേക്ക്. അങ്ങനെ 2-ാമത്തെ ഘട്ടത്തിൽ എസക്കിയേൽ, അദ്ദേഹം പുരോഹിതനാണ്, കുടുംബസ്ഥനാണ്, ഭാര്യയും കുഞ്ഞുങ്ങളും ഉണ്ട്. അപ്പോൾ അദ്ദേഹത്തെയും കൊണ്ടുപോയി. എസക്കിയേൽ ബാബിലോണിൽ വെച്ച് ഒരു ദർശനം കണ്ടു. ആ ദർശനത്തിൽ യെശയ്യാ കണ്ട പോലല്ല. ദൈവമായ കർത്താവ് ഉന്നതമായൊരു സിംഹാസനത്തിലിരിക്കുന്നു. 4 വശത്തേക്കും തിരിയുന്ന ചക്രങ്ങളുള്ള സപ്താത്മാക്കള് കാവൽ നിൽക്കുന്ന വലിയ ഒരു സിംഹാസനത്തിൽ യെസക്കിയേൽ കാണുകയാണ് ദൈവമായ കർത്താവ് ഉപവിഷ്ടനായിരിക്കുന്നു. എവിടെ? ദേവാലയത്തിലല്ല. ദേവാലയത്തിലല്ല. കേബാർ നദിയുടെ തീരത്ത് പ്രവാസികൾ ജീവിച്ചിരുന്ന സ്ഥലത്ത് പ്രവാസികളുടെ കൂടെ യെസക്കിയേൽ കാണുകയാണ് ദൈവം പ്രവാസികളുടെ കൂടെ. ജെറുസലേമിലല്ല. നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട്? എന്ന് പറഞ്ഞാൽ കൂടെ നടക്കാൻ കൊതിച്ച ഒരു ദൈവം. ഉൽപ്പത്തി പുസ്തകത്തെ വായിക്കും. അവരെ ഏദൻ തോട്ടത്തിൽ നിന്ന് പുറത്താക്കിയിട്ട് ജീവന്റെ വൃക്ഷത്തിന് കാവലേർപ്പെടുത്തി 4 വശത്തേക്കും തിരിയുന്ന ചക്രവാളുമായി ക്രോബന്മാർ കാവൽ നിന്നു. ജീവവൃക്ഷത്തിലേക്കുള്ള വഴി അടച്ചു. ഏദൻ തോട്ടത്തിന് വേലി കെട്ടി. ആദവും ഹവ്വയും കണ്ണീരോടെ ഏദന്റെ മണ്ണിൽ നിന്ന് മുഖം പൊത്തി ഇറങ്ങുമ്പോ ബൈബിൾ അറിയാത്തൊരു ശരാശരി വായനക്കാരൻ വിചാരിക്കും ഏദൻ തോട്ടത്തിനകത്ത് സിംഹാസനം ഇട്ട് അതിനകത്ത് ദൈവം ഇരുന്നിട്ട് അതിൻ്റെ വേലി കെട്ടി ഗേറ്റ് ഇട്ട് താഴിട്ട് പൂട്ടിയിട്ട് ആദത്തെ ഹവ്വയും പുറത്താക്കിയെന്ന്. അല്ല. ആദവും ഹവ്വയും പുറത്തിറങ്ങുമ്പോൾ അവർക്ക് മുമ്പേ ദൈവം ഇറങ്ങി. എന്നിട്ട് അവരോട് പറഞ്ഞു, എൻ്റെ കൂടെ വരാൻ പറഞ്ഞു. ഞാൻ നിങ്ങളെ എത്തിക്കുമെന്ന് ഞാൻ ആഗ്രഹിച്ചെടുത്ത് എത്തിക്കാൻ ഇനി എൻ്റെ വഴിയേ വരാൻ പറഞ്ഞു. ആ ദൈവത്തിൻ്റെ കൂടാണ് ഹാനോക്ക് നടന്നത്. ആ ദൈവത്തിന് വേണ്ടിയാണ് നോഹ നീതിമാനായി ജീവിച്ചത്. പറഞ്ഞ ഹല്ലേലൂയ. നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? അതായത് കൂടെ നടക്കാൻ കൊതിച്ച ഒരു ദൈവം, കൂടെ ജീവിക്കാൻ. അപ്പൊ എത്ര പേര് ദാഹിക്കുന്നുണ്ട്? കൂടെ വരണേ കർത്താവേ, എൻ്റെ കൂടെ നീ കാണണേ കർത്താവേ, എൻ്റെ ഇടത്തും വലത്തും താഴെയും, അല്ലേ എല്ലെന്നും ചൊല്ലുന്ന പ്രാർത്ഥനയാണ്. കരുണയുള്ള ദൈവമേ, ഈ ദിവസത്തെ എൻ്റെ മേളിലും താഴെയും ഇടത്തും വലത്തും ഉള്ളിലും എല്ലാ വശത്തും. ഇത് എത്ര പേര് ദാഹിക്കുന്നു? അതാ പറയുന്നത്. സ്വർണത്തെ പൊടിയിലും, വായിക്കുക ജോബ് 22:24. സ്വർണത്തെ പൊടിയിലും ഓഫീർ പൊന്നിനെ നദീതടത്തിലെ കല്ലുകൾക്കിടയിലും എറിയുമെങ്കിൽ സർവശക്തൻ നിനക്ക് സ്വർണവും വില പിടിച്ച വെള്ളിയും ആകുമെങ്കിൽ നീ സർവശക്തനിൽ ആനന്ദിക്കുകയും. കാണുന്നുണ്ടോ? നീ ദൈവത്തിൽ ആനന്ദിക്കുകയും ദൈവത്തിൻ്റെ നേരെ മുഖമുയർത്തുകയും ചെയ്യും. നീ അവിടുത്തോട് പ്രാർത്ഥിക്കുമ്പോൾ അങ്ങനെ ചെയ്താൽ, നമുക്ക് ദൈവമാണ് വിലയെങ്കിൽ നീ അങ്ങനെ ചെയ്താൽ, നീ അവിടുത്തോട് പ്രാർത്ഥിക്കുമ്പോൾ അവിടുന്ന് കേൾക്കും. നീ തീരുമാനിക്കുന്ന കാര്യം വായിക്കുന്നില്ല. ഈ വെട്ടവില്ലിയോടെ, വെട്ടമില്ലാത്തോണ്ടാണോ? ആ വെട്ടമുണ്ട്, ബൈബിളില്ലാത്തോണ്ടാണ്. നീ തീരുമാനിക്കുന്ന കാര്യം നിനക്ക് സാധിച്ചു കിട്ടും. നിന്റെ പാതകൾ പ്രകാശമുള്ളതാവും.
എന്തെന്നാൽ ദൈവം അഹങ്കാരിയെ താഴ്ത്തും, എളിയവനെ രക്ഷിക്കും. അപ്പൊ അതാ പറഞ്ഞത്, ഈ ദൈവത്തെ വിലയുള്ളതായിട്ട് കാണണം. ദൈവത്തെ ഒന്നാം സ്ഥാനത്ത് വെക്കണം. ദൈവത്തിൽ ആനന്ദിക്കണം. അതിനുവേണ്ടി കർത്താവ് നമ്മളെ വിളിക്കുകയാണ്. ഒന്ന് വലത് കരമുയർത്തി പറയാം ഹല്ലേലൂയ. ഇന്ന് 3 കാര്യങ്ങൾ ഈശോ യോഹന്നാന്റെ സുവിശേഷത്തിൽ നമ്മളോട് പറയുന്നുണ്ട്. 3 ഞാൻ പറയില്ല, ഒരു കാര്യം ഞാൻ പറയാം. 3 കാര്യമുണ്ട്. കം ആൻഡ് സീ, കം ആൻഡ് ഈറ്റ്, കം ആൻഡ് ഡ്രിങ്ക്. ഇതാണ് യോഹന്നാനിൽ ഈശോ പറയുന്ന കം, വരിക, വന്ന് കാണുക, വന്ന് ഭക്ഷിക്കുക, വന്ന് കുടിക്കുക എന്ന് പറഞ്ഞേ. വന്ന് കാണുക, വന്ന് ഭക്ഷിക്കുക, വന്ന് കുടിക്കുക. ഒന്നാമത്തേത് വന്ന് കാണുക. ആരോടാ പറഞ്ഞേ? എടുക്കാം. യോഹന്നാന്റെ സുവിശേഷം 1-ാമത്തെ അധ്യായം. യോഹന്നാന്റെ സുവിശേഷം 1-ാമത്തെ അധ്യായം 25 മുതലുള്ള വാക്യങ്ങൾ അങ്ങനെ അങ്ങോട്ട് വായിച്ചു ചേച്ചി. അവർ അവനോട് ചോദിച്ചു, അല്ല 35, 25 അല്ല 35. അടുത്ത ദിവസം യോഹന്നാൻ തൻ്റെ ശിഷ്യന്മാരോടുകൂടെ നിൽക്കുമ്പോൾ യേശു അടുത്തു വരുന്നത് കണ്ടു. ഒന്ന് സാവകാശം നിർത്തിക്കേ. അടുത്ത ദിവസം യോഹന്നാൻ തൻ്റെ 2 ശിഷ്യന്മാരോടുകൂടെ നിൽക്കുമ്പോൾ യേശു വരുന്നത് കണ്ട് പറഞ്ഞു, ഇതാ ദൈവത്തിൻ്റെ കുഞ്ഞാട്. അവൻ പറഞ്ഞത് കേട്ട് വായിച്ചു. അവൻ പറഞ്ഞത് കേട്ട് ആ 2 ശിഷ്യന്മാർ യേശുവിനെ അനുഗമിച്ചു. യേശു തിരിഞ്ഞ് അവർ തൻ്റെ പിന്നാലെ വരുന്നത് കണ്ട് ചോദിച്ചു, നിങ്ങൾ എന്ത് അന്വേഷിക്കുന്നു? അവർ ചോദിച്ചു, റബ്ബി, അങ്ങ് എവിടെയാണ് വസിക്കുന്നത്? അവൻ പറഞ്ഞു, വന്ന്, ഒന്നൊക്കെ പറ. അവൻ പറഞ്ഞു, വന്ന് കാണണം. മനസ്സിലായോ? അവർ അന്ന് അവനോടുകൂടെ ചെന്ന് അവൻ വസിക്കുന്നിട കണ്ട് അവൻ്റെ കൂടെ താമസിച്ചു. അപ്പോൾ ഏകദേശം 10-ാം മണിക്കൂർ ആയിരുന്നു. ശ്രദ്ധിക്കുക, എൻ്റെ കൂടെ വരണം. ഒന്നാമത്തേത് ഇതാണ്, വരണം, വന്ന് കാണണം. ആരെ കാണണം? യേശുവിനെ കാണണം. യേശു ആരാണെന്ന് വന്ന് കാണണം, കണ്ടറിയണം. കേട്ടറിഞ്ഞാൽ പോരാ. കേട്ടറിവുകളുടെ നടുവിലാണ് ഇന്ന് സാമാന്യ ജനത്തിൽ മഹാഭൂരിപക്ഷവും ജീവിക്കുന്നത്. കേട്ടറിവുകൾ, ആരോ പറഞ്ഞ അനുഭവങ്ങൾ, ആരോ പങ്കുവച്ച കഥകൾ, ആരോ പറഞ്ഞു തന്ന പാഠങ്ങൾ, ആരോ പഠിപ്പിച്ച കുറച്ച് ലെസൺസ്. ഇതാണ് പലരുടെയും ദൈവാനുഭവത്തിൻ്റെ ആധാരം. പലരും ദൈവത്തെ തേടിയത്, ദൈവത്തിൻ്റെ പിന്നാലെ ജീവിക്കുന്നത് കേട്ടറിവുകളുടെ വെളിച്ചത്തിലാണ്. കേട്ട് അവർക്ക് പറഞ്ഞേ ഹല്ലേലൂയാ. ഞാൻ പഴയ നിയമവും പുതിയ നിയമവും തമ്മിലുള്ള ഒരുപാട് വ്യത്യാസങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്. അതിലെ ഒരു വ്യത്യാസം ഞാൻ പറയാം. ഒരു വ്യത്യാസം, പഴയ നിയമത്തിൽ എപ്പോഴും പറയുന്നത് നിങ്ങൾ എൻ്റെ സ്വരം കേൾക്കണം. പഴയ നിയമത്തിൽ ആവർത്തിച്ച് നമ്മൾ കാണുന്ന ഒരു വാക്യമാണ്, നിങ്ങൾ എൻ്റെ സ്വരം കേൾക്കണം. നിങ്ങൾ എൻ്റെ സ്വരം ശ്രദ്ധാപൂർവം ശ്രവിക്കുകയും ഞാൻ പറയുന്ന വഴിയിലൂടെ നടക്കുകയും ചെയ്താൽ ഈജിപ്തുകാരുടെ മേൽ വരുത്തിയ മഹാമാരികളിലൊന്നും ഞാൻ നിങ്ങളുടെ മേൽ വരുത്തുകയില്ല. ഞാൻ നിന്നെ സുഖപ്പെടുത്തുന്ന കർത്താവാണ്. നീ എന്നെ കേൾക്കണം. ഇത് പുറപ്പാടിലുണ്ട്, ജെറമിയായിലുണ്ട്. ഇത് ആവർത്തിച്ച് ദൈവം പറഞ്ഞിട്ടുണ്ട്, എന്നെ നിങ്ങൾ കേൾക്കണം. എന്താ കാര്യം എന്നറിയാമോ? കേൾക്കണമെന്ന് പറയാൻ കാരണം അന്ന് അവർ ദൈവത്തെ കണ്ടിട്ടില്ല. നിങ്ങൾ കേൾക്കണം, എൻ്റെ സ്വരം കേൾക്കണം. കാരണം എന്നെ കാണാൻ നിങ്ങൾക്ക് പറ്റത്തില്ല. രൂപം ഉണ്ടാക്കരുതെന്ന് പറഞ്ഞതും അതുകൊണ്ടാണ്. നിയമാവർത്തനത്തിലുണ്ട്, മലയിൽ ഞാൻ, സീനായി മലയിൽ ഞാൻ ഇറങ്ങി വന്നപ്പോൾ നിങ്ങൾ ഒരു രൂപവും കണ്ടില്ല. അതുകൊണ്ട് മുകളിൽ ആകാശത്തിലോ താഴെ വെള്ളത്തിലോ ഉള്ള ഒന്നിൻ്റെയും സാദൃശ്യത്തിൽ വിഗ്രഹം ഉണ്ടാക്കി നിങ്ങളെ തന്നെ അശുദ്ധരാക്കരുത്. എന്താ കാരണം? നിങ്ങളൊന്നും ദൈവം എങ്ങനെയാണെന്ന് നിങ്ങൾ കണ്ടിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അവരുടെ മതം കേൾവിയുടെ മതമായിരുന്നു. അതുകൊണ്ടാണ് ആവർത്തിച്ച് പറയുന്നത്, ഇസ്രായേലേ കേൾക്കുക.
നിന്റെ ദൈവമായ കർത്താവാണ് ഏക കർത്താവ്. സൈന്യങ്ങളുടെ കർത്താവ് അരുളി ചെയ്യുന്നു, ഇസ്രായേലേ കേൾക്കുക, ആകാശമേ കേൾക്കുക, ഭൂമിയെ കണ്ണു തരാനല്ല പറഞ്ഞേ, ചെവി തരിക. എന്താ കാര്യം? കണ്ടിട്ടില്ല. എന്നാ പുതിയ നിയമത്തിലേക്ക് വരുമ്പോ എന്ത് ചെയ്തു? 1 യോഹന്നാൻ 1-ാം അധ്യായം 1 മുതലുള്ള വാക്യങ്ങൾ. 1 യോഹന്നാൻ 1-ാം അധ്യായം 1 മുതൽ, ആദ്യം മുതൽ ഉണ്ടായിരുന്നതും. 1 യോഹന്നാൻ 1-ാം അധ്യായം 1 മുതൽ വായിക്കേ. ആദ്യം മുതൽ ഉണ്ടായിരുന്നതും, ആദ്യം മുതൽ ഉണ്ടായിരുന്നതും ഞങ്ങൾ കേട്ടതും. ഞങ്ങൾ കേട്ടു. പഴയ നിയമത്തിൽ നിന്ന് ഞങ്ങൾ കേട്ടതും, സ്വന്തം കണ്ണുകൊണ്ട് കണ്ടതും. കാണുന്നുണ്ടോ ഇത്? സ്വന്തം കണ്ണുകൊണ്ട് കണ്ടതും, സൂക്ഷിച്ച് നോക്കിയതും, കൈകൊണ്ട് തൊട്ടതുമായ ജീവന്റെ വചനത്തെ ഞങ്ങൾ അറിയിക്കുന്നു. ഇതാണ് പുതിയ നിയമം. പഴയ നിയമം കേട്ട മതം, പുതിയ നിയമം കണ്ടറിഞ്ഞ മതം. പറഞ്ഞ ഹല്ലേലൂയാ. നിങ്ങൾ പഴയ നിയമത്തിൽ നിന്ന് പുതിയ നിയമത്തിലേക്ക് യാത്ര ചെയ്ത യാത്രാ ദൂരം കടക്കണമെങ്കിൽ കേട്ടാ പോരാ, കാണണം. കേട്ടറിവുകളുടെ മതമല്ലിത്. ഇത് കണ്ടവരുടെ മതമാണ്. കണ്ടവരുടെ, സൂക്ഷിച്ചു നോക്കിയവരുടെ, തൊട്ടവരുടെ, അനുഭവിച്ചവരുടെ ആ മതമാണിത്. പറഞ്ഞ ഹല്ലേലൂയാ. അപ്പൊ അതുകൊണ്ട് കണ്ണുകൊണ്ട് കാണണം, കാതുകൊണ്ട് കേൾക്കണം, കൈകൊണ്ട് തൊടണം. അങ്ങനെയുള്ള ജീവന്റെ വചനത്തെ ഞങ്ങൾ അറിയിക്കുന്നു. ഞാൻ പറഞ്ഞു വരുന്നു, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വന്ന് കാണണം. ക്രിസ്തീയ ജീവിതത്തിൽ ഒരാളുടെ ഏറ്റവും വലിയ പ്രാർത്ഥന എന്താവണമെന്നറിയാമോ? ഒരാൾ ക്രിസ്തീയ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ പ്രാർത്ഥിക്കേണ്ടത്, എൻ്റെ കർത്താവേ, എനിക്ക് നിന്നെ കാണണം, എനിക്ക് നിന്നെ കാണണം. മനസ്സിലായി? ബാക്കിയെല്ലാം പിന്നെ, ബാക്കിയെല്ലാം സെക്കൻഡറി. എൻ്റെ കർത്താവേ, നീ എന്നെ തൊടണം, എനിക്ക് നിന്നെ കാണണം, എനിക്ക് ദൈവാനുഭവം വേണം, നിന്റെ സാന്നിധ്യം ഞാൻ അനുഭവിക്കണം. അത് അനുഭവിച്ചാലുണ്ടല്ലോ ജീവിതം മാറും, നിലവാരം മാറും, നിരീക്ഷണം മാറും, കാഴ്ചപ്പാട് മാറും, ലോകത്തെ കാണുന്ന രീതി മാറും, മനുഷ്യരെ കാണുന്ന രീതി മാറും. മനസ്സിലായോ? കേട്ടറിവുകളുടെ നടുവിൽ നിന്ന് കണ്ടനുഭവിക്കുന്നവരുടെ ജീവിതത്തിലേക്ക് വരാനുള്ള വിളിയുടെ പേരാണ് സുവിശേഷം. അതുകൊണ്ട് കേട്ട് ജീവിച്ചാ പോരാ, ഒത്തിരി കേട്ട് നമ്മൾ ഇനി എന്ത് ചെയ്യണം? മുട്ടുമേ നിന്നിട്ട് പറയണം, എനിക്ക് നിന്നെ കാണണം. അവരൊക്കെ പറഞ്ഞേ ഹല്ലേലൂയാ, പറഞ്ഞേ ഹല്ലേലൂയാ. അപ്പോ അങ്ങനെ നമ്മൾ കാണണമെന്ന് ആഗ്രഹിക്കുന്നവന്റെ മുമ്പിൽ കർത്താവ് വരും. കഴിഞ്ഞ ഞായറാഴ്ചത്തെ വായന എന്താ? മലങ്കരക്കാരുടെ സുവിശേഷം. തോമാസ് ലീഗ ഈശോമിശിഹായുടെ തിരുമുറിവുകളിൽ സ്പർശിക്കണമെന്ന് ആഗ്രഹിച്ചു, നേരിട്ട് കാണണമെന്ന് ആഗ്രഹിച്ചു. കർത്താവ് പറഞ്ഞോ, അത്യാഗ്രഹം പാടില്ല. തോമായെ പണ്ടേ തന്നെ നോക്കി വെച്ചതാണ്, മാനം മര്യാദയ്ക്ക് നടന്നൂടെ? ബാക്കിയുള്ളവർ പറഞ്ഞത് നിനക്ക് വിശ്വസിച്ചാൽ എന്താ കുഴപ്പം? ചോദിച്ചോ? ഇല്ല. പറഞ്ഞു, നീ കണ്ടതുകൊണ്ടാണ് വിശ്വസിച്ചത്, പക്ഷെ കാണാതെ തന്നെ വിശ്വസിക്കണം. കാരണം എപ്പോഴും കാഴ്ചകൾ ആവർത്തിക്കപ്പെടണമെന്നില്ല. ഞാൻ എന്താ പറഞ്ഞേ? കാഴ്ചകൾ എപ്പോഴും ആവർത്തിക്കപ്പെടണമെന്നില്ല, പക്ഷെ ഒട്ടും കാണത്തില്ലെന്ന് ബൈബിള് പറഞ്ഞിട്ടില്ല. പറഞ്ഞ ഹല്ലേലൂയാ. മനസ്സിലാവുന്നുണ്ടോ? കാഴ്ചകൾ റിപ്പീറ്റ് ചെയ്യണമെന്നില്ല. ഉദാഹരണം നസറത്തിലെ വീട്ടിൽ മറിയം എന്ന് പേരുള്ള ഒരു പെൺകുട്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോ ഒരു ദൂതൻ പ്രത്യക്ഷപ്പെട്ടു. പേടിച്ചുപോയി. ആരാന്ന് ചോദിച്ചു. ഞാൻ ദൈവസന്നിധിയിൽ നിൽക്കുന്ന ഗബ്രിയേൽ എന്ന ദൂതനാണ്, നടക്കാൻ പോകുന്ന കാര്യം അറിയിക്കാൻ വിട്ടതാണ് ദൈവം. പറയാമെന്നത് പറയാം. മറിയമേ, നീ ഭയപ്പെടണ്ട. നീ ദൈവസന്നിധിയിൽ സംപ്രീതി കണ്ടെത്തിയിരിക്കുന്നു. നീ ഗർഭം ധരിച്ച് ഒരു മകനെ പ്രസവിക്കും. നീ അവന് യേശു എന്ന് പേരിടണം. അവൻ വലിയവനായിരിക്കും, അത്യുന്നതന്റെ പുത്രൻ എന്നവന് വിളിക്കപ്പെടും. ദാവീദിന്റെ സിംഹാസനം ദൈവമായ കർത്താവ് അവന് കൊടുക്കും. അവന്റെ രാജ്യത്തിന് അവസാനമുണ്ടാവുകയില്ല. മറിയം ചോദിച്ചു, ഇതെങ്ങനെ സംഭവിക്കും? ഞാൻ പുരുഷനെ
അറിയുന്നില്ല. ദൂതൻ മറുപടി പറഞ്ഞു, പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും, അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ ആവസിക്കും. ആകയാൽ ജനിക്കാൻ പോകുന്ന ശിശു പരിശുദ്ധൻ ദൈവപുത്രൻ എന്ന് വിളിക്കപ്പെടും. മറിയം പറഞ്ഞു, ഇതാ ഞാൻ കർത്താവിൻ്റെ ദാസി, നിന്റെ വാക്ക് എന്നിൽ നിറവേറട്ടെ. മനസ്സിലായോ? ഇപ്പൊ എന്താ സംഭവിച്ചേ? കണ്ടു. ആരെ കണ്ടു? ദൂതനെ കണ്ടു. ഇപ്പൊ കണ്ടു. നിങ്ങൾ ബൈബിള് മുഴുവൻ അരിച്ച് പറക്കി വായിച്ചോ, പിന്നെ ഒരിക്കലും കണ്ടിട്ടില്ല. ഇപ്പൊ കണ്ടില്ലേലും കുഴപ്പമില്ലായിരുന്നു. മകനെ കഴിമരത്തിൽ ആണി അടിച്ച് കയറ്റുന്ന സമയത്തെങ്കിലും ഒരു ദൂതൻ വന്നിട്ട് പ്രയാസപ്പെടരുത്, ഇത് കുറച്ച് മണിക്കൂർ നേരത്തേക്ക് മാത്രമേ ഉള്ളൂ, ഇത് കഴിയുമ്പോൾ സംഭവം മൊത്തം മാറാൻ പോവാണ് എന്ന് പറഞ്ഞായിരുന്നെങ്കിൽ ഈ അമ്മയ്ക്കൊരു ആശ്വാസമായേനെ. പക്ഷെ കണ്ടിട്ടില്ല. ഈ കാഴ്ചയുടെ പ്രത്യേകത, ഒരിക്കൽ കണ്ടാൽ അത് ജീവിതകാലത്തേക്ക് മുഴുവൻ ആ ഒറ്റ കാഴ്ച മതിയാവും എന്നതാണ് ഈ കാഴ്ചയുടെ പ്രത്യേകത. ഹല്ലേലൂയാ. ഒരിക്കൽ കണ്ടാൽ, ഒരിക്കൽ തൊട്ടാൽ, ഒരിക്കൽ വിശ്വസിച്ചാൽ, ഒരിക്കൽ അവന്റെ സ്നേഹം നിന്നെ പിടികൂടിയാൽ പിന്നെ നീ ഭ്രാന്തനായിട്ട് മാറും. പറഞ്ഞു ഹല്ലേലൂയാ, ഹല്ലേലൂയാ. നിങ്ങൾ കണ്ടിട്ടില്ലേ, നാണം കെട്ട് തെരുവിൽ നിന്ന് വേദപുസ്തകം നെഞ്ചത്ത് വെച്ചിട്ട് തെരുവിൽ നിന്ന് നാണം കെട്ട് സുവിശേഷം പറയുന്നവരെ കണ്ടിട്ടില്ലേ? എന്തെന്നറിയോ? ഒരിക്കൽ ദൈവം പിടിച്ചതാണ്, ഒരിക്കൽ ദൈവം തൊട്ടതാണ്. ഈ ജോൺ ബോൾ ഉണ്ടല്ലോ, യാത്ര ചെയ്യുമ്പോൾ അമേരിക്കയിൽ, കാനഡയിൽ, യൂറോപ്പിൽ, UK, ഇംഗ്ലണ്ടിൽ, സിംഗപ്പൂർ, എവിടെ യാത്ര ചെയ്താലും തോളയിൽ വലിയൊരു കുരിശും തൂക്കിയാ പോണേ. തോളയിൽ ഈ കുരിശ് വിട്ടാ പോണേ. അപ്പോ ഈ ലോകം മുഴുവൻ യാത്ര ചെയ്യുമ്പോ ഈ കുരിശ് കഴുത്തേലല്ല, തോളയിൽ വലിയൊരു കുരിശ് ഇങ്ങനെ തൂക്കിയിട്ടിട്ടാണ് പോകുന്നത്. കാണാൻ എല്ലാവർക്കും കുരിശ്. പള്ളി പോകുന്ന പരമ്പരാഗത ക്രിസ്ത്യാനി ഒരു പറയുമോ, നീ പറക്കോട് വരെ ഈ കുരിശും പിടിച്ചോണ്ടെന്ന് പോകാൻ പറഞ്ഞാ പോവോ? ആ കുരിശെടുത്ത് നമ്മളെ തലയടിച്ച് പൊട്ടിക്കും. പറഞ്ഞാൽ എന്താണെന്നറിയാമോ? അത് ഈ അവനെ തൊട്ടതാണ്. അത് തൊട്ടതായതുകൊണ്ട് അവന് വട്ടനാവാൻ അറിയാം. അവനെ തൊട്ടവൻ ആരാണെന്ന് അവൻ അറിയാം. അവന് വേണ്ടി അവൻ ഏതറ്റം വരെയും പോവും. പറഞ്ഞു ഹല്ലേലൂയാ. മനസ്സിലായോ? ഈ കണ്ടാലുള്ള ഗുണം അതാണ്. ഒരിക്കൽ കണ്ടാൽ, കാഴ്ചകൾ ആവർത്തിക്കപ്പെടണമെന്നൊന്നുമില്ല. പക്ഷേ നമ്മൾ ആഗ്രഹിക്കണം, ദൈവാനുഭവത്തിന് വേണ്ടി ആഗ്രഹിക്കണം. പ്രിയപ്പെട്ട എൻ്റെ മക്കളെ, നമ്മൾ ദാഹിക്കണം, എൻ്റെ കർത്താവേ എന്നെ ഒന്ന് തൊടണം. ഇവിടെ ഈ കൂട്ടത്തിലിരിക്കുന്ന എത്ര പേര് അതിനു വേണ്ടി ആഗ്രഹിക്കുന്നുണ്ട്? എത്ര പേര്? ഞാൻ നിങ്ങളോട് പറയാം പ്രിയപ്പെട്ടവരെ, ജീവിതത്തിൽ ഒരിക്കലെങ്കിലും അതിനുവേണ്ടി നിങ്ങൾ ആഗ്രഹിച്ചാൽ ജീവിക്കുന്ന ദൈവം ഇറങ്ങി വരും എന്നതിൻ്റെ തെളിവാണ് തോമ പറഞ്ഞപ്പോ ഇറങ്ങി വന്നത്. പറഞ്ഞ ഹല്ലേലൂയാ. മനസ്സിലായോ? തോമാ ശ്ലീഹ പറഞ്ഞപ്പോ, ഞാൻ അവനെ എൻ്റെ കണ്ണുകൊണ്ട് കണ്ടാലല്ലാതെ, എൻ്റെ വിരല് കൊണ്ട് അവന്റെ പാർശ്വത്തിൽ തൊട്ടാലല്ലാതെ ഞാൻ വിശ്വസിക്കത്തില്ല എന്ന് പറഞ്ഞത് അവിശ്വാസമാണെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? ഇത് വിശ്വാസക്കേടാണ് ഇല്ല. അതെന്താണെന്നറിയാമോ? അതവൻ അങ്ങനെ പറഞ്ഞതിന്റെ കാരണം അവന് സങ്കടമുണ്ട്, എനിക്ക് കാണാൻ പറ്റിയില്ല. ബാക്കി 10 പേരും കണ്ടപ്പോ എനിക്ക് കാണാൻ പറ്റിയില്ല എന്നുള്ള അവന്റെ സങ്കടമാണ്, അല്ലാതെ അത് അവിശ്വാസമല്ല. അതുകൊണ്ടാ കർത്താവ് വന്നേ. അവന് വേണ്ടി മാത്രം ഒരാഴ്ച കഴിയുമ്പോ, 8 ദിവസം കഴിയുമ്പോ അവന് വേണ്ടി മാത്രം കർത്താവ് പ്രത്യക്ഷപ്പെട്ടിട്ട് പറഞ്ഞു, തോമാ, ബാക്കിയുള്ളവരോട് പറഞ്ഞു, ബാക്കി നിങ്ങളോടൊന്നും പറയാനില്ല, തോമാ വാടാന്ന് പറഞ്ഞു. കാണ്, തൊട്, എൻ്റെ വിലാവ് നീ കാണ്, എന്നെ നീ തൊട്, നീ വിശ്വസിക്കും. ഞാൻ പറയട്ടെ, നമ്മൾ ദൈവത്തെ കാണണമെന്നത് നമ്മുടെ ആഗ്രഹത്തെക്കാൾ ദൈവത്തിന്റെ ആഗ്രഹമാണ്. പറഞ്ഞ ഹല്ലേലൂയാ, പറഞ്ഞ ഹല്ലേലൂയാ. നമ്മൾ ദൈവത്തെ കാണണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നതിനേക്കാൾ ദൈവം ആഗ്രഹിക്കുന്നുണ്ട്. ഞാൻ 100 വട്ടം ചങ്കത്ത് കൈവച്ച് പറയാ, 100 വട്ടം ദൈവം ആഗ്രഹിക്കുന്നുണ്ട് നീ ദൈവത്തെ ഒന്ന് കാണണമെന്ന്. ദൈവം നിന്റെ അടുത്തൊന്ന് വരുന്നത് നീ ഒന്ന് അനുഭവിക്കണമെന്ന്. കർത്താവിൻ്റെ സ്നേഹം അനുഭവിക്കും. ഞാൻ പറയുന്നുണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമുക്കുണ്ടല്ലോ മൊത്തം മാറും. നിങ്ങൾ കുർബാനയ്ക്ക് നിൽക്കുന്ന രീതി മാറും, നിങ്ങൾ ബൈബിൾ വായിക്കുന്ന രീതി മാറും, നിങ്ങളുടെ പ്രാർത്ഥനയുടെ രീതി മാറും, നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾ കർത്താവിനെ കുറിച്ച് പറയുന്ന രീതി മൊത്തത്തിൽ, നമ്മുടെ ജീവിതം മൊത്തം മാറും. നമുക്ക് പിന്നെ തലയ്ക്ക് ഭ്രാന്ത് പിടിച്ചവരാണ്. എന്തെന്നറിയാം? പിന്നെ കർത്താവ് മാത്രമേ ഉള്ളൂ. അയലോക്കത്തുള്ളവൻ പറയുന്നത് എന്താന്ന് അത് കേൾക്കാൻ നിങ്ങൾ പോകത്തില്ല. ആരെങ്കിലും എന്തെങ്കിലും കമന്റ് പറഞ്ഞാൽ അതിന് മറുപടി പറയാൻ നിങ്ങൾ പോകത്തില്ല. അപവാദങ്ങൾക്ക് നിങ്ങൾ മറുപടി പറയാൻ പോകത്തില്ല. നിങ്ങളെ വല്ല ആക്ഷേപം പറഞ്ഞാൽ നിങ്ങൾ ഡിഫെൻഡ് ചെയ്യാൻ പോകത്തില്ല. കാരണം എന്താ അറിയാം? നിങ്ങളുടെ തലക്കകത്ത് മുഴുവൻ വേറെ കാര്യം കിടക്കാണ്. ദൈവം പറഞ്ഞ ഹല്ലേലൂയാ. അതായത് നിങ്ങളോട് പറയുകയാണ്,
അതായത് ഒരു 500 കോടി രൂപ ദാ ഒരു സ്ഥലത്ത് ഒരു ഗുഹയ്ക്കകത്ത് വെച്ചിരിക്കുന്നു എന്ന് നിങ്ങളോട് പറയാണ്. നിങ്ങൾ ആ നിധി എടുക്കാൻ വേണ്ടി പോവാണ്. പോകുന്ന സമയത്താണ് പുറയുന്ന ഒരുത്തൻ പറയുന്ന, അന്നമ്മേ ആണ്ട്രി നിന്നെക്കുറിച്ച് അവൾ അപവാദം പറയുന്നുണ്ടി, നിങ്ങൾ മൈൻഡ് ചെയ്യാൻ നിൽക്കുമോ? അവിടെ ഇവിടെ 500 കോടി അപ്പുറത്തിരിക്കുകയാണ്. അന്നേരമാണ് പറയുന്നത്, അന്നമ്മേ ആണ്ട്രി നിന്നെ കുറിച്ച് നിന്റെ കൊച്ചിനെ കുറിച്ച് അപവാദം പറഞ്ഞിടി എന്ന് പറഞ്ഞാ തിരിഞ്ഞു നിന്ന് ആരാടി അപവാദം പറഞ്ഞെന്ന് പറഞ്ഞിട്ട് നിൽക്കുവോ? എന്താ കാര്യം? എടാ, ഇത് നിന്റെ അന്നമ്മയുടെ അപവാദം അന്നമ്മയും അവിടെ ഇരിക്കട്ട്, ഇവിടെ വിലപ്പെട്ടതിരിക്കുമ്പോ ഈ വൃത്തികെട്ട ഈ വിലയില്ലാത്ത കാര്യത്തിന്റെ പുറകെ നമ്മൾ പോകേണ്ട ആവശ്യമില്ല. കാരണം വിലപ്പെട്ടത് അപ്പുറത്തിരിക്കുകയാണ്. പറഞ്ഞ ഹല്ലേലൂയ. ദൈവം ലഹരിയാവും, ദൈവം ഭ്രാന്താവും. എന്ത് ചെയ്യണമെന്നറിയാം? കേട്ടാ പോരാ, കാണണം. എൻ്റെ കർത്താവേ എന്നെ നീ തൊടണം. അതുകൊണ്ട് ആ കർത്താവ് ആദ്യം പറഞ്ഞത് വന്ന് കാണ്. ദേ കുഞ്ഞുങ്ങളോട് ഞാൻ പറയട്ടെ, ചെറുപ്പക്കാരെ, ഈ മുതിർന്നവർ ചോദിക്കുന്നതിനേക്കാൾ വേഗത്തിൽ പിള്ളേർ ചോദിച്ചാൽ കിട്ടും. അതാണ് എൻ്റെ അനുഭവം. ധ്യാനകേന്ദ്രത്തിൽ ഏറ്റവും കൂടുതൽ ദൈവസാന്നിധ്യം ഇറങ്ങുന്നത് യൂത്തിൻ്റെ ധ്യാനത്തിനാണ്. അസാധാരണമായ ദൈവത്തിൻ്റെ ശക്തി, അസാധാരണമായ, നമുക്ക് വാക്കുകൊണ്ട് പറഞ്ഞ് ബലിപ്പിക്കാൻ പറ്റാത്തതുപോലെ കർത്താവിൻ്റെ പ്രസൻസ് ഇറങ്ങും, മാറ്റിമറിക്കും. പറഞ്ഞ ഹല്ലേലൂയ. ഞങ്ങൾ കഴിഞ്ഞ വർഷത്തിന് തൊട്ട് മുമ്പത്തെ വർഷം യുവജന ധ്യാനം നടത്തുകയാണ്. എനിക്കന്ന് മാരാരിക്കുളം ആണെന്ന് തോന്നുന്നു, ഓർമ്മ മോശമാണിപ്പം. ആലപ്പുഴ ഭാഗത്ത് ഉള്ള സ്ഥലമാണ് മാരാരിക്കുളം. അവിടെ ജീസസ് യൂത്തുകാർ കടൽ തീരത്ത് ഒരു ശുശ്രൂഷ ഒരുക്കി. യൂത്താണ് മൊത്തം. അപ്പോൾ അവരെന്നോട് വരാമെന്ന് ചോദിച്ചപ്പോൾ ഞാൻ ഒരു ദിവസത്തേക്ക് പോയി. ഇവിടെ യൂത്ത് ധ്യാനം തുടങ്ങുക മൗണ്ട് കാർമൽ അന്ന് വൈകിട്ട്. ഞാൻ ഒരു രാത്രി ഓടിയെത്താലോ എന്ന് ഓർത്തു. അപ്പോൾ ആ ശുശ്രൂഷ കഴിഞ്ഞിട്ട് രാത്രി ഞാൻ തിരിച്ചു വരുമ്പോൾ വണ്ടിയെ വെച്ച് എനിക്ക് ഫോൺ കിട്ടുകയാണ്, അച്ഛാ ഇവിടെ വലിയ പ്രശ്നമാണ്, ധ്യാനം കൂടാൻ വന്ന കുട്ടികളുടെ ചെറുപ്പക്കാരായതുകൊണ്ട് അവരെ കുറച്ചുകൂടെ അടുത്ത് ശ്രദ്ധിക്കും, ബാഗൊക്കെ നോക്കും. അങ്ങനെ നോക്കിയപ്പോൾ ഇതിൽ ഒരു 4-5-6 പേര് നന്നായിട്ട് കുടിച്ചിട്ടാണ് വന്നിരിക്കുന്നത്. കൊച്ചു പിള്ളേരാണ്, +2കാർ കുടിച്ചിട്ടാണ് വന്നിരിക്കുന്നത്. ഇവന്മാരുടെ എല്ലാം ബാഗിൽ മദ്യക്കുപ്പിയുണ്ട്. എന്നാ ചെയ്യണമെന്ന് ചോദിച്ചു. നോർമൽ കേസിൽ പറഞ്ഞു വിടാനാ പറയുന്നത്. കാരണം ബാക്കിയുള്ള പിള്ളേരെ നമ്മൾ നോക്കണമല്ലോ. ഡോർമിറ്ററി അല്ലേ, എല്ലാം കൂടെ ഒരുമിച്ച് കിടക്കുമ്പോൾ കുടിച്ചതിനെയും കുടിക്കാത്തതിനെയും എല്ലാം ഒരുമിച്ച് കിടത്താനൊന്നും പറ്റത്തില്ല. അപ്പം ഞാൻ പറഞ്ഞു എന്നാ ചെയ്യാനാ, പറഞ്ഞു വിടാം അല്ലേ. അപ്പോൾ ഒരു വോളണ്ടിയർ എൻ്റെ അടുത്ത് പറഞ്ഞു, അച്ഛാ ഞാൻ നോക്കിക്കൊള്ളാം അച്ഛാ, വിടണ്ടെന്ന് പറഞ്ഞു. നീ നോക്കുമെങ്കിൽ വിടണ്ട, ഏതായാലും നീ അവിടെ ഞാൻ വരട്ടെ, വന്നിട്ട് നമുക്ക് നോക്കാമെന്ന് പറഞ്ഞു. ഞാനൊരു 11 മണിയൊക്കെ അപ്പോൾ എത്തി. നേരെ ധ്യാനകേന്ദ്രത്തിലേക്ക് ചെന്നപ്പോൾ ഇവന്മാരെ ഇങ്ങനെ അറസ്റ്റ് ചെയ്ത പ്രതികളെ, കഞ്ചാവുമായിട്ട് പിടിച്ചവരെ പോലീസുകാർ നിരത്തിക്കുന്ന പോലെ ഇങ്ങനെ നിർത്തിയിട്ടുണ്ട്. ഒരുത്തൻ ഒട്ടും ലെവലില്ല, വയസ്സ് 18-ൽ താഴെ, ഒരുത്തന് അല്പം പോലും വെളിവില്ല. ബാക്കിയുള്ളവർ മദ്യപിച്ചിട്ടുണ്ട്, കുറച്ച് വെളിവും ബോധമുണ്ട്. ഞാൻ പറഞ്ഞു, മക്കളെ ഇന്നത്തേന് ഇവിടെ നിർത്തുകയാണ്, നാളെ മുതൽ മര്യാദയ്ക്കിരിക്കണം. രാത്രി പോയി ഡോർമെറ്ററി എല്ലാം ഛർദ്ദിച്ചു വെച്ചു, ഇവന്മാരെല്ലാം വോളണ്ടിയേഴ്സ് അതെല്ലാം കഴുകി തുടച്ചു, ഇവനെയൊക്കെ കുളിപ്പിച്ചു. അത് നിങ്ങൾ ഉറങ്ങിയിട്ടില്ല, രാവിലെയായി. എന്നാൽ രാവിലെ മര്യാദയാവുമെന്ന് വിചാരിച്ച് രാവിലെയും മര്യാദയില്ല. പിന്നെ ബഹളം, തമാശ, കളി. പല പ്രാവശ്യം വിളിച്ച്, മക്കളെ ഒരു മര്യാദയ്ക്ക് ഇരിക്കണം, ഒത്തിരി പേര് മക്കൾ ദാഹിച്ചു വന്നവരൊക്കെ ഉണ്ട്, അതുകൊണ്ട് ബഹളം വെക്കരുത് എന്നൊക്കെ പറഞ്ഞു. കേൾക്കുന്നൊന്നുമില്ല. ഞാൻ യുവജന ധ്യാനം തുടങ്ങുന്നതിന് മുമ്പ് വോളണ്ടിയേഴ്സിനെ പ്രത്യേകം വിളിച്ചിട്ട് പറയും, എന്ത് പ്രകോപനം ഉണ്ടായാലും ഒന്നും പറയരുത് പിള്ളേരെ. കാരണം പിള്ളേരല്ലേ, ഏത് രീതി വേണമെങ്കിലും പ്രതികരിക്കും. പണ്ടൊരു യുവജന ധ്യാനത്തിന് കുർബാനയ്ക്ക് വരാതെ ഒരുത്തം കിടന്നുറങ്ങുമ്പോൾ വോളണ്ടിയറെ എന്ന് വിളിക്കാൻ പോയപ്പോൾ എഴുന്നേറ്റോട് പറഞ്ഞു, കുത്തി നിന്നെ ഞാൻ മലത്തിക്കളയെന്ന് പറഞ്ഞു. അപ്പോൾ വോളണ്ടിയർ വന്നിട്ട് പറഞ്ഞു, അച്ഛാ 313-ാമത്തെ നമ്പർ, രജിസ്റ്റർ നമ്പർ, അവൻ എന്നെ കുത്തി മലത്തിക്കളയെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, രജിസ്റ്റർ നമ്പർ ഒന്ന് എഴുതി തന്നേക്കാൻ പറഞ്ഞു. എന്തിനാ? അല്ല, അവൻ്റെ അടുത്ത് നിന്ന് ഒഴിഞ്ഞു നടക്കാമല്ലോ, അവൻ്റെ കയ്യിൽ വല്ലതും കുത്താൻ കാണും. നമ്മളതുകൊണ്ട് നമ്മൾ മാറി നടക്കുന്നതാണ്. അതുകൊണ്ട് അവരോട് പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ തിരിച്ചു കുത്താനൊന്നും പോകരുത്, മിണ്ടരുത്. കാരണം സാത്താൻ അവസാനത്തെ അടവ് എടുക്കും ഇവനെ രക്ഷപ്പെടുത്താതിരിക്കാൻ. അതുകൊണ്ട് മിണ്ടരുത്.
ഒന്നും പറയരുത്. അങ്ങനെ ഇങ്ങനെ പൊതിഞ്ഞ് അവസാനത്തെ ദിവസം വരെ എത്തിച്ചു. പിറ്റേ ദിവസം രാവിലെ പോവുക, തലേന്ന് രാത്രി അഭിഷേക പ്രാർത്ഥന. പരിശുദ്ധാത്മാവിന് വേണ്ടി പ്രാർത്ഥിച്ച് ശുശ്രൂഷ നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ ദൈവത്തിൻ്റെ സാന്നിധ്യം നിറഞ്ഞു. ശക്തമായ കർത്താവിൻ്റെ സാന്നിധ്യം നിറഞ്ഞ് ഞാനൊരു കാഴ്ച കണ്ടു. കുടിച്ച് വെളിവില്ലാതെ രാത്രിയിൽ ഛർദ്ദിച്ചും വെച്ച് അലമുണ്ടാക്കിക്കൊണ്ടിരുന്ന ഒരുത്തനുണ്ടല്ലോ, മുട്ടയിൽ നിന്നിട്ട് കൈവരിച്ച് കരയുകയാണ്, എനിക്ക് കർത്താവേ നീ മതി ഈശോ എന്ന് പറഞ്ഞിട്ട് അവൻ വാവിട്ട് കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അവന് ഈശോ മതിയെന്ന് പറഞ്ഞ ഹല്ലേലൂയാ. ഞാനൊരു 1000 ഉദാഹരണങ്ങൾ ഇതുപോലെ പറയാം. ഉപദേശം കേട്ട് നന്നായവരല്ല, താക്കീത് കേട്ട് നന്നായവരല്ല, വഴക്ക് പറഞ്ഞ് നന്നായവരല്ല, പോലീസ് അറസ്റ്റ് ചെയ്ത് നന്നായവരല്ല, നമ്മൾ ഏതെങ്കിലും വിരട്ടൽ പരിപാടി കൊടുത്ത് നന്നാക്കിയവരല്ല. ദൈവ സാന്നിധ്യം ഇറങ്ങുമ്പോൾ, ദൈവം ഇറങ്ങി വരുമ്പോൾ, ദൈവത്തിൻ്റെ പ്രസൻസിൽ ജീവിതം മറിയുന്ന മനുഷ്യർ പറഞ്ഞേ ഹല്ലേലൂയാ. അതാണ് ഞാൻ പറഞ്ഞത്. ഈ യൂത്ത്, ഞാൻ അതാ പറഞ്ഞേ, ഈ യുവജനങ്ങൾ പറഞ്ഞാൽ പെട്ടെന്ന് കിട്ടും, ഇതിങ്ങി ഇറങ്ങി പെട്ടെന്ന് വരും. അതുകൊണ്ട് ദാഹിച്ചോണം. എൻ്റെ കർത്താവേ എന്നെ തൊടണം. മുറിയിലേക്ക് കയറി കഥ കടച്ചിട്ട് മുട്ടമേ നിന്നിട്ട് പറയണം, ചങ്ക് വിട്ടി പറയണം, എൻ്റെ ഈശോ എന്നെക്കൊണ്ട് താങ്ങാൻ പറ്റുന്നില്ല ഈ പ്രഷർ, എന്നെക്കൊണ്ട് താങ്ങാൻ പറ്റുന്നില്ല ഈ പ്രോബ്ലം, എനിക്ക് അസ്വസ്ഥത എന്നെക്കൊണ്ട് സഹിക്കാൻ പറ്റുന്നില്ല, എൻ്റെ ചങ്ക് വിട്ടിപ്പോവാണ്, നീ ഒന്ന് വരാവോ? പറഞ്ഞേ ഹല്ലേലൂയാ. ലോകത്താര് വന്നില്ലെങ്കിലും, അപ്പനും അമ്മയും നിന്നെ മറന്നാലും നിന്റെ ദൈവമായ കർത്താവ് നിന്നെ മറക്കുകയില്ല. ഉറക്കെ പറഞ്ഞേ ഹല്ലേലൂയാ. ഉറക്കെ ഹല്ലേലൂയാ. അപ്പനും അമ്മയും നിന്നെ മറന്നാലും നിന്റെ ദൈവമായ കർത്താവ് നിന്നെ ഒരിക്കലും മറക്കത്തില്ല. കർത്താവ് നിന്നെ തള്ളിക്കളയില്ല. ഈശോ പറഞ്ഞിട്ടുണ്ട്, എൻ്റെ പക്കൽ നിന്ന് ആരും അവരെ പിടിച്ചെടുക്കത്തില്ല. ഒന്ന് കരങ്ങളടിച്ച് കർത്താവിന് മഹത്വം കൊടുത്തേ. ഉറക്കെ പറഞ്ഞേ ഹല്ലേലൂയാ. അപ്പോൾ ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് വന്ന് കാണണം. വന്ന് കാണാൻ വേണ്ടി ശ്രമിച്ച ഒരാളുടെ ജീവിതമാണ് യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായം പറയുന്നത്. എടുക്കാം. അങ്ങനെ ഒരാള് യേശുവിനെ വന്ന് കണ്ടു. യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായം 1 മുതൽ എടുക്കുക, ഉറക്ക വായിക്കുക. ഫരിസേയരിൽ നിക്കോദേമോസ് എന്നു പേരായ ഒരു യഹൂദ പ്രമാണി ഉണ്ടായിരുന്നു. അവൻ രാത്രി യേശുവിൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു, റബ്ബി, അങ്ങ് ദൈവത്തിൽ നിന്ന് വന്ന ഒരു ഗുരുവാണെന്ന് ഞങ്ങൾ അറിയുന്നു. ദൈവം കൂടെയില്ലെങ്കിൽ ഒരുവനും നീ ചെയ്യുന്ന ഈ അടയാളങ്ങൾ പ്രവർത്തിക്കാൻ കഴിയില്ല. അവിടെ നിർത്തുക. ഞാനതിൽ തിരിച്ചു വരാം. ഈ അധ്യായത്തിലേക്ക് ഒരു കാര്യമൊന്ന് സൂചിപ്പിക്കാനുണ്ട്. എൻ്റെ കൂടെ വരണം, ശ്രദ്ധിക്കുക. ഇയാള് ചെന്ന് കാണുകയാണ്. അപ്പൊ യേശു ഇദ്ദേഹം വരാൻ വേണ്ടി കാത്തിരിക്കുകയാണ്. ഇയാൾക്ക് വന്ന് കാണാനുള്ള വകുപ്പുണ്ട്. കാരണം അയാൾ ഇത്തിരി ആസ്തിയും പിടിപാടും നിവൃത്തിയൊക്കെ ഉള്ളൊരുത്തരാണ്. അവന് വരാൻ പറ്റും. അതുകൊണ്ട് യേശു അവന് വേണ്ടി വെയിറ്റ് ചെയ്തു. രാത്രി വരെ വെയിറ്റ് ചെയ്തു. കാരണം പകൽ അവൻ വരുത്തില്ല, നാണക്കേടാ. അതുകൊണ്ട് രാത്രി വരെ വെയിറ്റ് ചെയ്തു. രാത്രിയിൽ അയാൾ വന്നു. അയാൾ യേശുവിനെ കണ്ടു. ഞാനതിലേക്ക് കൂടുതൽ കാര്യങ്ങൾ പിന്നീട് ചർച്ച ചെയ്യാം. എന്നാൽ ഈ 4-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അങ്ങനെ വന്നു കാണാൻ പരുവമില്ലാത്ത ഒരു പെണ്ണ്, അവളുടെ പേര് സമറിയാക്കാരി, അവൾക്ക് വരാനുള്ള വകുപ്പില്ല. എവിടാ? ഈ നിക്കോദേമോസ് കണ്ട ജെറുസലേമിൽ സാലിമിൽ യേശു ശിഷ്യന്മാരും ഒരുമിച്ച് സ്നാനം കൊടുത്തുകൊണ്ടിരുന്ന സ്ഥലത്ത് അവൾ വരുത്തില്ല. കാരണം അവളുടെ പഞ്ചായത്ത് വിട്ട് പോവത്തില്ല. നിക്കോദേമോസിന് കുഴപ്പമില്ല. ഇപ്പൊ തിരുവനന്തപുരത്താണ് യേശുവെങ്കിൽ, അല്ലെ എറണാകുളത്താണെങ്കിൽ നിക്കോദേമോസിന് പോവാം, അതിനുള്ള വകുപ്പ് അയാൾക്കുണ്ട്. ഈ പെണ്ണിന്റെ പ്രത്യേകത, അവൾക്ക് പോകാൻ പറ്റില്ല. അവൾ ഈ പഞ്ചായത്ത് വിട്ട് പോകത്തില്ല. അവൾ വെള്ളം കോരാൻ വന്നത് നട്ടുച്ചയ്ക്കാണ്. നട്ടുച്ചയ്ക്ക് അവൾ വെള്ളം കോരാൻ വന്നതിന് ഒരു കാരണമുണ്ട്. കാരണം അവള് സമൂഹത്തെ പേടിച്ച സ്ത്രീയാണ്.
സാധാരണഗതിയിൽ യഹൂദന്മാരുടെ പശ്ചാത്തലത്തിൽ നമ്മൾ ഈ സംഭവങ്ങൾ ചർച്ച ചെയ്യുന്ന മധ്യപൂർവേഷ്യയിൽ നട്ടുച്ചയ്ക്ക് 35 ഡിഗ്രി മുതൽ 50 ഡിഗ്രി വരെ ചൂടാ. ആ സമയത്തൊന്നും ആരും വീടിന് വെളിയിൽ ഇറങ്ങത്തില്ല. പ്രത്യേകിച്ചൊരു പെണ്ണ് വെള്ളം കോരാൻ വരുത്തില്ല. രാവിലെയാണ് സ്ത്രീകൾ വെള്ളം കോരാൻ വരുന്നത്. അത് ഒറ്റയ്ക്കല്ല, കൂട്ടമായിട്ടാണ്. അപ്പൊ ഇവള് ഉച്ചയ്ക്ക് വന്നു, ഒറ്റയ്ക്ക് വന്നു എങ്കിൽ അതിന് ഒരുപാട് അർത്ഥങ്ങളുണ്ട്. ഒന്നാമത്തെ അർത്ഥം, ആരും കാണരുതെന്ന് അവൾ ആഗ്രഹിക്കുന്നുണ്ട്. ആരും കാണരുതെന്ന് ആഗ്രഹിക്കാത്തതിന് കാരണം പിന്നീട് വായിക്കുമ്പോൾ അറിയാം, അവൾക്ക് 5 ഭർത്താക്കന്മാരുണ്ടായിരുന്നു, ഇപ്പൊ 6ാമതൊരാൾ കൂടി ഉണ്ട് എന്ന് പറഞ്ഞാൽ മനുഷ്യൻ പുച്ഛിക്കുന്ന പശ്ചാത്തലമുള്ള സ്ത്രീയാണ്. മോശപ്പെട്ട ബാക്ക്ഗ്രൗണ്ടാണ്. കൊള്ളാവുന്ന ഒന്നുമില്ല, അഡ്രസ്സില്ല. മനുഷ്യൻ കണ്ടാ പുച്ഛിക്കും, കാറിത്തുപ്പും. അതുകൊണ്ട് മനുഷ്യന്റെ തലവട്ടം കാണാത്തൊരു സമയത്ത്, മനുഷ്യൻ വെളിയിലിറങ്ങാത്തൊരു സമയത്ത് ഒറ്റയ്ക്ക് അവൾ വന്നു. യേശുവായിരിക്കുന്നിടത്ത് വന്ന് കാണാൻ അവൾക്ക് സാഹചര്യമില്ലാതിരുന്നത് കൊണ്ട് അവള് വരാൻ സാധ്യതയുള്ള ഒരു സ്ഥലത്തേക്ക് അവൻ വന്നു. അവൻ വന്നത് ഈ 1.5 കിലോമീറ്റർ നടന്നല്ല, 45 കിലോമീറ്റർ യേശു നടന്നു. അവിടെ നമ്മൾ വായിക്കുന്നുണ്ട്, യാത്ര ചെയ്ത് ക്ഷീണിച്ച യേശു കിണറ്റിൻ്റെ കരയിൽ ഇരുന്നു. പെണ്ണ് വെള്ളം കോരാൻ വന്നപ്പോൾ അവൻ ആദ്യം ചോദിച്ചത് ഇത്തിരി വെള്ളം കുടിക്കാൻ തരുമോ എന്നാണ്. അവൻ മടുത്തു, അവൻ തളർന്നു, അവന് വിശന്നു, അവന് ദാഹിച്ചു. എങ്കിലും അവൻ അവൾക്ക് വേണ്ടി 45 കിലോമീറ്റർ നടന്നു. കത്തോലിക്ക തിരുസഭയുടെ മതബോധന ഗ്രന്ഥം, അതിന് 4 ഭാഗങ്ങളുണ്ട്. അതിൻ്റെ 4ാമത്തെ ഭാഗം പ്രാർത്ഥനയെക്കുറിച്ചാണ്. പ്രാർത്ഥനയെക്കുറിച്ച് വിവരിക്കുമ്പോൾ മതബോധന ഗ്രന്ഥം പഠിപ്പിക്കും, പ്രാർത്ഥന എന്ന് പറയുന്നത് യാക്കോബിൻ്റെ കിണറ്റിൻകരയിൽ വെച്ച് സമറിയാക്കാരി യേശുവിനെ കണ്ടുമുട്ടിയതുപോലെ ഒരനുഭവമാണ് പ്രാർത്ഥന. എന്താണ് പ്രാർത്ഥന? നമ്മെ കാണാൻ വരുന്ന യേശുവും യേശുവിനെ കാണാൻ വരുന്ന നമ്മളും ഒരു സംഗമ ബിന്ദുവിൽ കൂട്ടിമുട്ടുന്നതിൻ്റെ പേരാണ് പ്രാർത്ഥന. നമ്മളും യേശുവും ഒരുമിച്ച് കാണുകയാണ്. എന്നിട്ട് മതബോധന ഗ്രന്ഥം പറയും, കേൾക്കണേ, ആദ്യം കുടിക്കാൻ ചോദിച്ചത് അവളല്ല, യേശുവാണ്. ആദ്യം കുടിക്കാൻ ചോദിച്ചത് അവളല്ല, യേശുവാണ്. കേൾക്കണം, എൻ്റെ കൂടെ വരണേ. അതിൻ്റെ അർത്ഥം, ആദ്യം ദാഹിച്ചത് അവൾക്കല്ല, അവനാണ്. കേൾക്കണേ, ആദ്യം ദാഹിച്ചത് അവൾക്കല്ല, അവനാണ്. അവൾ ദാഹിക്കണമെന്ന് അവൻ ദാഹിച്ചു. അവൾ ദാഹിക്കണമെന്ന് അവൻ ദാഹിച്ചു. നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ ഞാൻ പറയുന്നത്? നമ്മൾ യേശുവിനെ തേടണമെന്ന് നമ്മളെക്കാളും അവൻ ദാഹിക്കുന്നുണ്ട്. നിന്റെ വീട്ടുമുറ്റത്തെത്താൻ നീ കൊതിക്കുന്നതിനേക്കാളും ദൈവം കൊതിക്കുന്നുണ്ട്. നിന്റെ ഹൃദയത്തിന്റെ രാജാവായി വാഴാൻ നീ കൊതിക്കുന്നതിനേക്കാളും യേശു കൊതിക്കുന്നുണ്ട്. നിന്റെ ആഗ്രഹവും യേശുവിന്റെ ആഗ്രഹവും കൂട്ടിമുട്ടുമ്പോ അതിന്റെ പേരാണ് ദൈവാനുഭവം. പറഞ്ഞ ഹല്ലേലൂയാ. ദാഹിക്കണം, ആഗ്രഹിക്കണം. ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ കൂടുതലൊന്നും ഗഹനമായിട്ട് ചിന്തിക്കണ്ട. വെറുതെ ഇങ്ങനെ ഇരുന്ന് പ്രാർത്ഥിക്കണം. ഒരു പാവ മനുഷ്യൻ പ്രാർത്ഥിക്കുന്നത് ഞാൻ കേട്ടു. ഞാൻ പുറകിൽ നിൽക്കുകയായിരുന്നു, അയാൾ മുമ്പിലാണ്, മുട്ടുകുത്തി നിൽക്കുന്നു. ദിവ്യകാരുണ്യം എഴുന്നള്ളിച്ച് വെച്ചിട്ടുണ്ട്. ആ ദിവ്യകാരുണ്യത്തിന് മുമ്പിൽ പരിസരത്താരുമില്ലല്ലോ എന്നോർത്തിട്ടാവണം ഒരു പച്ച മനുഷ്യനെ പോലെ ഈ പാവപ്പെട്ടവൻ ഇങ്ങനെ പ്രാർത്ഥിക്കണം. അയാളിങ്ങനെ പ്രാർത്ഥിച്ചു, കർത്താവേ, മോശ വിളിച്ചപ്പോ സീനായ് മലയിൽ നീ ഇറങ്ങി വന്നില്ലേ? ഏലിയ വിളിച്ചപ്പോ കാർമൽ മലയിൽ നീ ഇറങ്ങി വന്നില്ലേ? കർത്താവേ, ഈ പാവപ്പെട്ടവൻ വിളിക്കുമ്പോ നീ ഇറങ്ങി വാ. മോശ വിളിച്ചപ്പോ ഇറങ്ങി വന്ന ദൈവമേ, ഏലിയ വിളിച്ചപ്പോ ഇറങ്ങി വന്ന ദൈവമേ, ഈ പാവപ്പെട്ടവൻ വിളിക്കുമ്പോ നീ ഇറങ്ങി വായോ എന്ന് പറഞ്ഞ് കരയുകയാണ്. അവൻ വിളിച്ചാൽ ദൈവം വരും. പറഞ്ഞ ഹല്ലേലൂയാ. അവൻ വിളിച്ചാൽ ദൈവം വരും. ഒന്ന് എഴുന്നേറ്റേ. ദാഹിക്കണം പ്രിയപ്പെട്ടവരെ, കർത്താവിന് വേണ്ടി ദാഹിക്കണം. കർത്താവിൽ നിന്ന് കിട്ടുന്നതിന് വേണ്ടി അല്ല ദാഹിക്കേണ്ടത്, കർത്താവിന് വേണ്ടി ദാഹിക്കണം, ദൈവത്തിന് വേണ്ടി ദാഹിക്കണം. അതാ പറഞ്ഞത്, സ്വർണത്തെ പൊടിയിലേക്കും ഓഫീർ പൊന്നിനെ
തെരുവിലേക്കും വലിച്ചെറിഞ്ഞിട്ട് സർവശക്തൻ നിന്റെ സ്വർണവും വെള്ളിയും ആവണം. ദാഹിക്കുക, എൻ്റെ കർത്താവേ എനിക്ക് നിന്നെ വേണം, നിന്നെ അനുഭവിക്കണം. എനിക്ക് കർത്താവെന്ന് പറഞ്ഞാൽ ഒരു സ്നേഹമായിരിക്കണം. എനിക്ക് ഈശോ എന്ന് പറഞ്ഞ അഗാധമായൊരു സ്നേഹം എൻ്റെ ഉള്ളിൽ വരണം. ഞാൻ കാണുന്നുണ്ട് ഇന്ന് ഒരുപാട് മനുഷ്യർ ലോകത്തിൻ്റെ നാനാഭാഗത്ത് ഞാൻ കാണുന്നുണ്ട്, അവർ കുരിശ് ധരിച്ചാണ് നടക്കുന്നത്. ഒത്തിരി പേര് മൗണ്ട് കാർമലി വന്ന് താവൂ കുരിശ് വാങ്ങിച്ചുകൊണ്ട് പോകാറുണ്ട്. എന്നിട്ട് അവരത് ധരിച്ച് നടക്കും. ജീസസ് എൻകൗണ്ടർ എന്ന് പറഞ്ഞാൽ നമുക്ക് യൂത്തിൻ്റെ ഒരു ശുശ്രൂഷയുണ്ട്. അതിലുള്ള പല കുഞ്ഞുങ്ങളും കുരിശ് ധരിച്ചാണ് നടക്കുന്നത്. എന്താണ് അവർ പറയുന്നത്? ഞങ്ങൾക്ക് യേശുവിനോട് സ്നേഹമാണ്, ഞങ്ങൾക്ക് യേശുവിനോട് അടുപ്പമാണ്, ഭ്രാന്ത് പിടിച്ചൊരു സ്നേഹമാണ് ഞങ്ങൾക്ക് യേശുവിനോട്, ഞങ്ങൾ യേശുവിനെ സ്നേഹിക്കുന്നു. ഈ സ്നേഹം നമ്മുടെ ഉള്ളിൽ പരിശുദ്ധാത്മാവ് തരും. ഞാൻ നിങ്ങളോട് പറയുകയാണ്, നിങ്ങൾ ലോകത്ത് വേറെ എന്ത് നേടിയാലും നിങ്ങൾക്ക് ദൈവം ഇല്ലെങ്കിൽ നിങ്ങൾ കുറെ കഴിയുമ്പോൾ അതിൻ്റെ വിഷമം മനസ്സിലാക്കും. കർത്താവില്ല, എല്ലാം ഉണ്ട്, കർത്താവില്ല. അവർക്ക് പറഞ്ഞ ഹല്ലേലൂയാ. ഞാനിപ്പോൾ ഇങ്ങോട്ട് കയറുന്നതിന് മുമ്പ് ഒരു പത്തനാപുരത്തു നിന്ന് ഒരു ചേട്ടൻ വന്നിരുന്നു, കണ്ണ് കാണത്തില്ല. അപ്പോൾ ഞാനിവിടെ കയറുന്നതിന് മുമ്പ് കാണാമെന്ന് പറഞ്ഞ് അങ്ങനെ വന്നാ. ഞാൻ സംസാരിച്ചപ്പോൾ ആ ചേട്ടൻ എന്നോട് പറഞ്ഞു 7 കൊല്ലമായി കാഴ്ച പോയിട്ട്. പക്ഷെ കാഴ്ച പോയ നിമിഷം മുതൽ ദൈവത്തെ കിട്ടി, ദൈവത്തെ കിട്ടി. ആ മനുഷ്യൻ എന്നോട് പറഞ്ഞതാണ്, അതായത് കാഴ്ച പോയ നിമിഷം മുതൽ എനിക്ക് യേശുവിനെ കുരിശ് കാണാം, പൂജാരാജാക്കന്മാർ കൊണ്ട് നേർച്ച കൊടുക്കുന്നത് കാണാം, ഉണ്ണീശോയെ കാണാം, കർത്താവ് കുരിശെ തൂങ്ങി കിടക്കുന്ന കാണാം. ഞാൻ പറഞ്ഞു, ചേട്ടാ വിഷമാവോ ഒരു കാര്യം പറഞ്ഞാൽ? കാഴ്ച പോയത് നന്നായി. അയാൾ പറഞ്ഞു, വിഷമാവില്ല, കാഴ്ച പോയത് നന്നായി. കാഴ്ചയുള്ള കാലത്ത് കാണാൻ പറ്റാത്തത് പലതും കാഴ്ചയില്ലാത്തപ്പോ കാണാൻ പറ്റുന്നുണ്ട്. എനിക്ക് ദൈവത്തെ കിട്ടി. മനസ്സിലായോ? കണ്ണു പോയാലിപ്പോ എന്താ? കണ്ണു പോയാലിപ്പോ എന്താ? ദൈവത്തെ കിട്ടിയില്ലേ? കുറച്ച് കാശ് പോയാലിപ്പോ എന്താ? ദൈവത്തെ കിട്ടിയില്ലേ? കുറച്ച് മാനം പോയാലിപ്പോ എന്താ? ദൈവത്തെ കിട്ടിയില്ലേ? കുറച്ച് നാണക്കേടിലൂടെ കടന്നു പോയപ്പോ എന്താ? ദൈവത്തെ കിട്ടിയില്ലേ? പറഞ്ഞ ഹല്ലേലൂയാ. മനസ്സിലായോ? ഇനി അടുത്തൂടെ കേട്ടോ. ദൈവത്തെ കിട്ടിയാൽ പോയ മാനം തിരിച്ചു വരും, പോയ പണം തിരിച്ചു വരും, പോയതെല്ലാം തിരിച്ചു വരും. കാരണം ദൈവം വരുമ്പോ വെറുതെ വരുത്തില്ല, എല്ലാം കൊണ്ടേ വരുത്തുള്ളൂ. പറഞ്ഞ ഹല്ലേലൂയാ. മനസ്സിലായോ? ദൈവം ഇല്ലെങ്കിൽ ഒന്നുമില്ല, ദൈവം ഉണ്ടെങ്കിൽ എല്ലാം ഉണ്ട്. ദൈവം ഇല്ലെങ്കിൽ ഒന്നുമില്ല, ദൈവം ഉണ്ടെങ്കിൽ എല്ലാം ഉണ്ട്. വീട്ടിലെല്ലാം ഉണ്ട്, തലമുറയിലെല്ലാം ഉണ്ട്. ദൈവം ഇല്ലാതെ ജീവിക്കരുത് പ്രിയപ്പെട്ടവരെ. ദൈവം ഇല്ലാതെ വളർന്നു വരരുത്, ദൈവം ഇല്ലാതെ ജീവിക്കരുത്. കുറെ കാലം ഇങ്ങനെ നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ, എന്നോട് ഞാൻ പെരുമ്പാവൂർ ഭാഗത്ത് കുറച്ച് അങ്ങോട്ട് പോയപ്പോൾ ഒരു സഹോദരൻ്റെ അടുത്ത് പറഞ്ഞു, അച്ഛാ ഞാൻ തളർന്ന് ശരീരം തളർന്നു പോയിക്കൊണ്ടിരിക്കുന്ന ഒരാളാണ്, വീൽ ചെയറിലാണ് ഇരിക്കുന്നത്, നല്ല തേജസ്സാണ് മുഖത്ത്. എന്നെ കണ്ടപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു, അച്ഛാ ഞാൻ നല്ല സമൂഹത്തിൽ നല്ലൊരു പ്രൊഫഷൻ, ഞാൻ പറയുന്നില്ല പ്രൊഫഷൻ, നല്ലൊരു പ്രൊഫഷനിലുള്ള ആളാണ്. ഇഷ്ടംപോലെ പണം ദൈവം തന്നിട്ടുണ്ട്, നല്ല ഭാര്യ, നല്ല മക്കള് എല്ലാം ഉണ്ട്. ദൈവം മാത്രമേ ഇല്ലായിരുന്നു, ദൈവം മാത്രമേ ഇല്ലായിരുന്നു. എന്നാൽ ഒരു അപൂർവ രോഗം പിടിച്ചു. ഈ ലോകത്ത് അതിന് എവിടെ എത്ര വിലപിടിപ്പുള്ള മരുന്ന് ലഭ്യമാണെങ്കിലും വാങ്ങാൻ എന്നെ കൊണ്ട് പറ്റും, പക്ഷെ മരുന്നില്ല. വീൽ ചെയറല്ല, വലിയ പ്രതീക്ഷയില്ല തിരിച്ചു വരുമെന്ന് എന്നോട് പറയുക. പക്ഷേ ഞാൻ നിരാശനല്ല. ഈ സഹനത്തിന്റെ തീച്ചൂളയിൽ വെച്ച് ഞാൻ എൻ്റെ ദൈവത്തെ പരിചയപ്പെട്ടു. ഞാൻ പറയുന്നത് ഇപ്പൊ എഴുന്നേറ്റില്ലേലെന്താ? ഇനിയിപ്പോ എഴുന്നേറ്റില്ലേലെന്താ? കിട്ടേണ്ടത് കിട്ടിയില്ലേ? പറഞ്ഞ ഹല്ലേലൂയാ. കിട്ടേണ്ടത് കിട്ടിയില്ല, ദൈവത്തെ കിട്ടണം. വേറൊന്നും കിട്ടിയിട്ട് മനസ്സിലായി? ലോകത്തിലെ എന്തെങ്കിലും കാര്യങ്ങൾക്ക് വേണ്ടി ദൈവത്തെ തേടി, അതുകൊണ്ട് എന്താ കാര്യം? അത് സൂപ്പർ മാർക്കറ്റിൽ ലുലു മാളിൽ പോകുന്ന പോലെ ഉള്ളൂ. ഒരാവശ്യം വന്നു, പോയി സൂപ്പർ മാർക്കറ്റിൽ പോയി, കാര്യം സാധിച്ചു, തിരിച്ചു വന്നു. യൂസഫ് അലിയുമായിട്ട് നിങ്ങൾക്ക് മച്ചാനും ബന്ധമൊന്നുമില്ലല്ലോ. ലുലു മാളിൽ പോയതിന്റെ പേരിൽ ഉണ്ടോ? ഇല്ലല്ലോ. സൂപ്പർ മാർക്കറ്റിൽ പോയി ആവശ്യമുള്ള സാധനം വാങ്ങിച്ചു, സൂപ്പർ മാർക്കറ്റിന്റെ ഉടമയുമായിട്ട് നിങ്ങൾക്ക് ബന്ധമൊന്നും ഇല്ലല്ലോ. ഉണ്ടോ? ഉണ്ടോ? നിങ്ങൾ സൂപ്പർ മാർക്കറ്റിന്റെ ഓണറിനെ ഓർത്തോണ്ടിരിക്കുകയാണോ? അവിടുന്ന് പഞ്ചസാര വാങ്ങിച്ചതിന്റെ പേരിൽ ആണോ? അല്ല. ആ ബന്ധമല്ല നമുക്ക് യേശുവിനോട്. ആവശ്യം വന്നു, പ്രാർത്ഥിച്ചു, കാര്യം നടന്നു, പോയി.
ആ ബന്ധമാണോ? അല്ല. നമുക്ക് ഒരു നിമിഷം കാണാതിരിക്കാൻ വയ്യ, കേൾക്കാതിരിക്കാൻ വയ്യ, മിണ്ടാതിരിക്കാൻ വയ്യ, പ്രാർത്ഥിക്കാതിരിക്കാൻ വയ്യ. ഒരു കാര്യം കൂടെ ഞാൻ പറയാം, നിൽക്കാൻ വയ്യാത്തവരിരുന്നോണേ. ഒരു കാര്യം കൂടെ ഞാൻ പറയാം. അതായത് ഈ പള്ളിയിൽ പോവേണ്ടത് നിർബന്ധം കൊണ്ടല്ല, കുർബാനയ്ക്ക് പോവേണ്ടത് ആരെങ്കിലും ഹേമിച്ചിട്ടല്ല, സോഷ്യൽ പ്രഷർ കൊണ്ടല്ല, വികാരിച്ചൻ എന്നാ പറയുമെന്ന് ഓർത്തിട്ടുമല്ല, നാട്ടുകാരെന്നാ വിചാരിക്കും എന്ന് ചിന്തിച്ചിട്ടുമല്ല പള്ളിയിൽ പോകുന്നത്. ഭക്തൻ പള്ളിയിൽ പോകുന്നത് പോകാതിരിക്കാൻ പറ്റാത്തോണ്ടാണ്. മനസ്സിലായോ? അല്ലാതെ പോവാൻ ആരെങ്കിലും തള്ളിയോണ്ടല്ല. പ്രാർത്ഥിക്കുന്നത് കാര്യം നടക്കാനല്ല, ആപത്തൊന്നും ഉണ്ടാവാതിരിക്കാനല്ല. ഇനി പ്രാർത്ഥിക്കാതെ ദൈവത്തെ വിളിക്കാൻ നടന്ന വല്ല ഏടാകൂടം വന്ന് തലേ വീഴുവെന്ന് ഓർത്തിട്ടല്ല. പ്രാർത്ഥിക്കാതിരിക്കാൻ പറ്റാത്തോണ്ടാ പ്രാർത്ഥിക്കുന്നത്. മനസ്സിലാവുന്നുണ്ടോ? ഇതിന്റെ പേരാണ് പുതിയ നിയമം. പറഞ്ഞ ഹല്ലേലൂയാ. ഇത് നിങ്ങളുടെ തീരുമാനത്തിന്റെ ഫലമല്ല, ഇത് നിങ്ങളുടെ ക്യാരക്ടറാണ്, സ്വഭാവമാണ്. നിങ്ങൾ തീരുമാനമെടുത്തല്ല ദൈവത്തെ തേടുന്നത്, മറിച്ച് സ്വഭാവം അങ്ങനായി. ദൈവത്തെ തേടാതിരിക്കാൻ പറ്റത്തില്ല, ദൈവത്തെക്കുറിച്ച് ഓർക്കാതിരിക്കാൻ പറ്റത്തില്ല, ബൈബിൾ വായിക്കാതിരിക്കാൻ പറ്റത്തില്ല. കാരണം അത്രയ്ക്ക് അടുത്തുപോയി. അത് വേണം. ആ അനുഭവം ഉള്ളവന് ചൂടുണ്ടാവും, തീ ഉണ്ടാവും, ലഹരി ഉണ്ടാവും. അവന് ശ്വാസം വിടാൻ സമയമില്ലാതെ അവൻ ദൈവത്തിന് വേണ്ടി ജീവിക്കും. പറഞ്ഞ ഹല്ലേലൂയാ. അപ്പോ കരങ്ങൾ ഉയർത്ത്, കണ്ണടയ്ക്ക്, ദാഹിക്ക്. എൻ്റെ കർത്താവേ, എനിക്ക് കർത്താവിനോട് പറഞ്ഞു, വന്ന് 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 കാണ്. വന്ന് കാണാൻ അവൻ പറഞ്ഞെങ്കിൽ നീ വന്നാൽ അവന് തന്നെ തന്നെ നിനക്ക് കാണിക്കാൻ അറിയാവുന്നതുകൊണ്ടാണ് വന്ന് കാണാൻ പറഞ്ഞത്. വന്ന് കാണുമ്പോ ഒന്നുമില്ലാത്തത് കണ്ടിട്ട് പോകാനല്ല, വന്ന് കാണുമ്പോ ശൂന്യത കണ്ടിട്ട് പോകാനല്ല, ഇരുട്ട് കണ്ടിട്ട് പോകാനല്ല, വന്ന് കാണുമ്പോ നീ ഒരു എംപ്റ്റി സ്പേസ് കണ്ടിട്ട് പോകാനല്ല അവൻ വിളിച്ചത്. നീ വന്നാൽ അവൻ നിന്നെ കാണുമെന്ന് ഉറപ്പുള്ളത് കൊണ്ടാണ് വരാൻ പറഞ്ഞത്. കരങ്ങൾ ഉയർത്തി ശക്തമായിട്ട് സ്തുതിക്കട്ടെ. ഹല്ലേലൂയാ. സ്തുതിക്കട്ടെ, സ്തുതിക്കട്ടെ, സ്തുതിക്കട്ടെ. ഒരു അഭിഷേകത്തിന് വേണ്ടി ദാഹിച്ച് സ്തുതിക്കട്ടെ. ഒരു 10 പേര് 20 പേര് നമ്മുടെ സ്വരം കേൾക്കട്ടെ. വേഗം ആരാധനയ്ക്ക് മുമ്പ് 1-2 കാര്യങ്ങൾ വേഗം ഒന്നുകൂടെ ചിന്തിക്കുകയാണ്. അതായത് ഇപ്പോൾ നമ്മൾ ദാഹിക്കണം. പ്രിയപ്പെട്ടവർ, ഇന്ന് ഇവിടുന്ന് പോയി കഴിഞ്ഞാലും ഞാൻ നിങ്ങളോട് പറയുകയാണ്, നിങ്ങളുടെ ജീവിതത്തിൽ എപ്പോഴും ദാഹിക്കണം, എപ്പോഴും ആഗ്രഹിക്കണം, കർത്താവേ അങ്ങ് എൻ്റെ കൂടെ ഉണ്ടാവണേ, എനിക്ക് അങ്ങയുടെ സാന്നിധ്യം തരണേ, കർത്താവേ എനിക്ക് അങ്ങയെ കാണാൻ പറ്റണേ. ഞാൻ മറ്റേതെങ്കിലും മതത്തിൽ ഒരാൾ വിശ്വസിക്കുന്നത് പോലെ ഞാനിങ്ങനെ എന്തൊക്കെയോ അറിവുകളുടെ പേരിൽ അങ്ങനെ വിശ്വസിച്ച് പോകേണ്ട ഒരാളല്ല. എനിക്ക് വ്യക്തമായ ഒരു ദൈവാനുഭവം ഉണ്ടാവണം. ബെനഡിക്റ്റ് 16 മാർപ്പാപ്പ ഒരിക്കൽ പഠിപ്പിച്ചു, ക്രിസ്ത്യാനിറ്റി എന്ന് പറഞ്ഞാൽ ഒരു കൂട്ടം ആശയങ്ങളുടെ സമാഹാരമല്ല. ക്രിസ്ത്യാനിറ്റി ഈസ് നോട്ട് ദ സം ടോട്ടൽ ഓഫ് എ സെറ്റ് ഓഫ് ഡോക്ട്രിൻസ്. കൽപ്പിക്കപ്പെട്ട കുറേ പ്രമാണങ്ങളുടെയും പ്രബോധനങ്ങളുടെയും ആകത്തുകയുടെ പേരല്ല ക്രിസ്തീയത. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, ക്രിസ്ത്യാനിറ്റി ഈസ് അൻ എൻകൗണ്ടർ. ക്രിസ്തീയത എന്ന് പറഞ്ഞാൽ ഒരു സമാഗമമാണ്, ഒരു കണ്ടുമുട്ടലാണ്. ദമാസ്കസിന്റെ നഗരകവാടത്തിൽ സാവൂൾ കണ്ടുമുട്ടിയതുപോലെ യേശുവിനെ കണ്ടുമുട്ടുന്ന അനുഭവത്തിന്റെ പേരാണ് ക്രിസ്തീയത. യേശുവിനെ അതായത് ക്രിസ്ത്യാനി ആയിരിക്കുക എന്ന് പറഞ്ഞാൽ യേശുവിനെ അനുഭവിച്ചിട്ടുണ്ടാവണം. കർത്താവ് എപ്പോഴും, അതാണ് വചനം പറയുന്നത്, സങ്കീർത്തനം 16 വചനം പറയുന്നു, കർത്താവ് എപ്പോഴും എൻ്റെ കൺമുമ്പിൽ ഉണ്ട്, അവിടുന്ന് എൻ്റെ വലതുഭാഗത്തുള്ളത് കൊണ്ട് ഞാൻ കുലുങ്ങത്തില്ല. കർത്താവ് എപ്പോഴും എൻ്റെ കൺമുമ്പിലുണ്ട്, അവിടുന്ന് എൻ്റെ സങ്കീർത്തനം 16:8. കർത്താവ് എപ്പോഴും എൻ്റെ കൺമുമ്പിലുണ്ട്, അവിടുന്ന് എൻ്റെ വലതുഭാഗത്തുള്ളത് കൊണ്ട് ഞാൻ കുലുങ്ങത്തില്ല. കർത്താവ് എപ്പോഴും ഉണ്ട്, എപ്പോഴും ഉണ്ടാവണം. ഇല്ലെങ്കിൽ ഈ ജീവിതം വളരെ ക്ലേശകരമാണ്. ഇന്ന് നോക്ക്, എത്ര ആത്മഹത്യകളാണ് ചുറ്റിനും, എത്ര പേരാണ് ജീവിതം അവസാനിപ്പിക്കുന്നത്, എത്ര പേരാണ് മരണം ചൂസ് ചെയ്യുന്നത്. ഒറ്റ കാര്യമുള്ളൂ, കർത്താവ് ഏതാപത്തിലും എൻ്റെ കർത്താവിൻ്റെ കൂടെയുണ്ട് എന്ന് വിശ്വസിക്കാൻ പറ്റാത്ത ഒരവസ്ഥയിൽ ജീവിതം അവസാനിപ്പിക്കുകയാണ്. അതുകൊണ്ട് ഞാൻ പറയുകയാണ് പ്രിയപ്പെട്ടവർ, ഇത് അവസാനിപ്പിക്കുന്നതിന് മുമ്പ് നമ്മൾ എന്നും പ്രാർത്ഥിക്കണം. ഇവിടെ എന്നെ കേൾക്കുന്ന കുഞ്ഞുങ്ങൾ, യൂത്ത്, ടീനേജേഴ്സ്, ചെറുപ്പക്കാർ, മക്കളെ, എന്നും പ്രാർത്ഥിക്കണം. ഈശോയെ, എനിക്ക് നിന്നെ, നിങ്ങൾ ചോസൺ കണ്ടിട്ടുണ്ടോ? ചോസൺ എന്ന് പറയുന്ന സീരീസ് കണ്ടിട്ടുണ്ടോ?
ഇല്ലേ? ഒന്ന് കാണുന്ന നല്ലതാ. ജോനാഥൻ റൂമി എന്ന് പറയുന്ന ഒരു മനുഷ്യനാണ്, യേശുവായിട്ട് നല്ല മനുഷ്യനാണ്, നല്ല വിശ്വാസിയാണ് അയാൾ, ജോനാഥൻ റൂമി. അപ്പോൾ ഈ ചോസനകത്ത് ഈ ചോസൻ കണ്ട് 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 ആളുകൾക്ക് ഇപ്പോൾ ഈശോ എന്ന് പറയുമ്പോൾ ജോനാഥൻ റൂമിയാണ് ഓർമ്മ വരുന്നത്. കർത്താവേ എന്ന് വിളിക്കുമ്പോൾ ജോനാഥൻ റൂമിയാണ് ഓർക്കുന്നത്. പത്രോസ് എന്ന് പറയുമ്പോൾ അതിനകത്തുള്ള പത്രോസിനെയാണ് ഓർമ്മ വരുന്നത്. ഒരു തരത്തിൽ നല്ലതാ. ഞാൻ ആലോചിച്ച് നോക്കിയപ്പോഴേ ഒരു തരത്തിൽ, കാരണം വിശുദ്ധര് പറഞ്ഞിട്ടുണ്ട്, പ്രത്യേകിച്ച് അമ്മ തെരേസ്യ മാനസിക പ്രാർത്ഥനയെക്കുറിച്ച് പഠിപ്പിച്ചപ്പോൾ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ പ്രാർത്ഥിക്കാനിരിക്കുമ്പോൾ ഈശോയുടെ ഒരു രൂപം മനസ്സിൽ തെളിയണം. ഏതെങ്കിലും ഒരു രൂപം, നിങ്ങൾക്കിഷ്ടമുള്ളൊരു രൂപം മനസ്സിൽ തെളിയണം. നമ്മൾ ഒരാളെ ജീവനോടെ കാണണം. ഞാനൊരു കാര്യം പറയട്ടെ, മനക്കണ്ണിലും അകക്കണ്ണിലും കുറേ നാൾ കണ്ടാൽ കണ്ണിന് വെളിയിൽ കാണാൻ പറ്റും. കേട്ടോ ഞാൻ പറഞ്ഞു? ഈ അകക്കണ്ണിലും മനക്കണ്ണിലും ആദ്യം കാണണം. കെട്ടുകഥയല്ലല്ലോ എന്തായാലും. ആള് ജീവനോടുണ്ടെന്ന് നമുക്കറിയാമല്ലോ. അപ്പൊ കാണണം. കർത്താവ് അടുത്ത് വന്ന് നിൽക്കുന്നു, കർത്താവ് ഇങ്ങനെ തോളയിൽ പിടിച്ചിട്ടുണ്ട്, കർത്താവ് പൊതിഞ്ഞ് പിടിച്ചിട്ടുണ്ട്, കർത്താവിന് എന്നോട് നല്ല സ്നേഹമുണ്ട്. അത് ഉള്ളിൽ കാണണം, അത് വിശ്വാസത്തിൽ കാണണം. ഈശോ തന്നെ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ പ്രാർത്ഥിക്കുകയും യാചിക്കുകയും ചെയ്യുന്ന എന്തും സംഭവിച്ചു എന്ന് വിശ്വസിച്ചോണം. കാരണം അത് അന്തരീക്ഷത്തിൽ നമ്മൾ നടത്തിയ ഒരു മുഷ്ടിപ്രയോഗമല്ല. അതൊരു സത്യത്തെ അടിസ്ഥാനമാക്കി ആധാരമാക്കി നമ്മൾ പ്രാർത്ഥിച്ചതാണ്. ജീവനോടെ യുഗാന്തം വരെ എന്നും ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കുമെന്ന് പറഞ്ഞവൻ പറഞ്ഞതൊരു മനുഷ്യനല്ല, ദൈവമായതുകൊണ്ട്, അത് ദൈവം കൂടെ ഉള്ളത് കൊണ്ട് നമ്മൾ ആ പറയുന്നത് കാണണം, കൺമുമ്പിൽ കാണണം, ഉള്ളിൽ കാണണം. എന്താ? എൻ്റെ കർത്താവ് എപ്പോഴും എൻ്റെ കൂടെ ഉണ്ട്. കർത്താവെ ഞാൻ വിളിക്കുമ്പോൾ നീ ഇറങ്ങി വരുന്നുണ്ട്, നീ ഉണ്ട് ഇവിടെ. മനക്കണ്ണിലും അകക്കണ്ണിലും കണ്ട് ശീലിക്കണം ആദ്യം. പിന്നെ അങ്ങനെ കണ്ടവനെ വെളി കാണാൻ പറ്റും. അങ്ങനെ കണ്ടവൻ വെളിയിൽ പ്രത്യക്ഷപ്പെടും, കൺമുമ്പിൽ അവൻ വരും, അവനെ കാണാൻ പറ്റും. അതായത് നമുക്ക് എപ്പോഴും ഒരു ബോധ്യം ഉണ്ടാവും, നമ്മുടെ കൂടെ ആരോ ഒരാൾ എപ്പോഴും ഉണ്ട്. പിന്നെന്തെന്നറിയോ? പിന്നെ ദാവീദ് പാടുന്നത് പോലെ, ഒരു സൈന്യം തന്നെ എനിക്കെതിരെ പാളയമടിച്ചാലും എൻ്റെ ഹൃദയം ഭയമറിയുകയില്ല. ഒരു സൈന്യം തന്നെ എനിക്കെതിരെ പാളയമടിച്ചാലും എൻ്റെ ഹൃദയം ഭയമറിയത്തില്ല. കാരണം എന്താ പറയുക? നമുക്കറിയാം നമ്മുടെ കൂടെ ആരോ ഒരാൾ എപ്പോഴും ഉണ്ട്. കർത്താവ് എപ്പോഴും എൻ്റെ കൺമുമ്പിലുണ്ട്, അവിടുന്ന് എൻ്റെ വലത് ഭാഗത്തുള്ളതുകൊണ്ട് ഞാൻ കുലുങ്ങത്തില്ല. പ്രിയപ്പെട്ടവർ, ഇന്ന് അവസാനിപ്പിക്കുകയാണ്. ആരാധന കിടക്കും മുമ്പ് സ്തോത്രാഴ്ച എടുക്കണം. ഇന്നലെ ആരാധനയ്ക്ക് കുറച്ച് സമയം കിട്ടിയുള്ളൂ, ഇത്തിരി സമയം നീണ്ടുപോയി. 9 മണിക്ക് നിർത്തണം. അപ്പോൾ ഇന്ന് ഞാൻ പറയുകയാണ്, പ്രിയപ്പെട്ടവർ, നിങ്ങൾ ഇന്ന് ഇവിടുന്ന് തിരിച്ചു പോകുമ്പോഴാണേലും വണ്ടിക്കൊക്കെയാണ് പോകുന്നതെങ്കിൽ വണ്ടിയിലിരുന്ന് അങ്ങ് പ്രാർത്ഥിച്ചുകൊണ്ട് പോകണം. എൻ്റെ കർത്താവേ, എനിക്ക് നിന്നെ കാണണം. ഈ മാർപ്പാപ്പ പോപ്പ് ഫ്രാൻസിസ് ഒരിക്കൽ ചോദിച്ചു, നിങ്ങളുടെ ജീവിതത്തിൻ്റെ അവസാനത്തെ മിനിറ്റുകൾ ചെലവഴിക്കുന്നത് എങ്ങനെയാണ്? ജീവിതത്തിൻ്റെ ആ ലാസ്റ്റ് മിനിറ്റ്സ് എന്ന് പറഞ്ഞാൽ ഒരു 95% ആളുകളും നാട്ടുമ്പുറത്തുള്ള പാവപ്പെട്ട ആളുകളെ വിട്ടേക്ക്, അപ്പച്ചമ്മച്ചമാരെയൊക്കെ വിട്ടേക്ക്, ബാക്കി ഒരു 98% ആളുകളും അവരുടെ അവസാനത്തെ മിനിറ്റുകൾ ഫോണുമായിട്ടാണ് ചെലവഴിക്കുന്നത്. എന്തെങ്കിലുമൊക്കെ കണ്ടും കേട്ടും ഇങ്ങനെ ഒക്കെയാണ്. മാർപ്പാപ്പ പറയുകയാണ്, നിങ്ങൾക്ക് നിങ്ങളുടെ ദിവസത്തിൻ്റെ അവസാനത്തെ മിനിറ്റുകൾ യേശുവിനോട് കൂടെ ചെലവഴിക്കാമോ? ഉറങ്ങുന്നതിന് മുമ്പ് കർത്താവിനോട് മിണ്ടിയും പറഞ്ഞും ഉറങ്ങുക. എഴുന്നേറ്റാൽ സങ്കീർത്തനം പറയുന്നു, ഉണരുമ്പോൾ ഞാൻ അവൻ്റെ മുഖം കണ്ട് തൃപ്തി അടയും. ഞാനൊരു കാര്യം പറയട്ടെ, ഇത് കേട്ടെ പോകാം. എന്തെന്നറിയാം? ഉറങ്ങുമ്പോൾ അവനെ ധ്യാനിച്ചുറങ്ങുകയും, നമ്മൾ സങ്കീർത്തനത്തിൽ ചൊല്ലുന്ന പോലെ, കിടക്കയിൽ ഞാൻ എഴുന്നേറ്റ് മൗനമായിരിക്കും, കിടക്കയിൽ ഞാൻ അങ്ങയെ ധ്യാനിക്കും, അങ്ങയുടെ പ്രമാണങ്ങളെ ധ്യാനിക്കും. കേട്ടോണേ, എടുക്കാൻ പറയട്ടെ മോനെ, ഞാൻ പറഞ്ഞിട്ടെ ഇപ്പൊ പറയാം. ഒറ്റ അവിടെ നിന്നോ, നിങ്ങളുടെ പോയിന്റുകളിൽ പോയി നിന്നോണേ. അതായത് ഇങ്ങോട്ടേക്ക് കിടക്കുമ്പോൾ അവനെ ധ്യാനിച്ച് പ്രാർത്ഥിച്ച് 3-4 വാക്യങ്ങളൊക്കെ വായിച്ച് പ്രാർത്ഥിച്ച്, അല്ലെങ്കിൽ ഇനി മൊബൈൽ നിർബന്ധമാണെങ്കിൽ കർത്താവിനെ കുറിച്ച് എന്തെങ്കിലും ഒന്ന് കേട്ടോണ്ട് അങ്ങ് ഉറങ്ങും. അത് കഴിയുമ്പോൾ രാവിലെ എഴുന്നേറ്റാൽ ഉടനെ, കർത്താവേ
ഗുഡ് മോർണിംഗ് ഒക്കെ പറഞ്ഞ് എഴുന്നേക്കുക. ഈശോയെ ഗുഡ് മോർണിംഗ്, എഴുന്നേക്ക്. അവനോട് 2 വാക്ക് പറയുക, പ്രാർത്ഥിക്കുക. കേൾക്കണേ കേൾക്കണേ കേൾക്കണേ, കേട്ടട്ടെ, പേഴ്സ് എടുക്കാവൂ, കേട്ടട്ടെ എടുക്കാവൂ. ഇത് കേട്ടിട്ട് എടുത്താൽ പേഴ്സിൽ നിന്ന് നീ ഉദ്ദേശിക്കാത്ത സാധനം വെളി വരികയും ചെയ്യും. ഇത് കേൾക്കണം. അതായത് അങ്ങനെ ചെയ്താൽ ഉറങ്ങുമ്പോൾ അവനെ ധ്യാനിച്ചുറങ്ങുകയും ഉണരുമ്പോൾ അവന്റെ മുഖം കണ്ട് ഉണരുകയും ചെയ്താൽ ഉറങ്ങുന്നതിനും ഉണരുന്നതിനും ഇടയിലൊരു സമയമുണ്ടല്ലോ, പകല്. ഉണർന്നു കഴിഞ്ഞ് ഉറങ്ങാൻ പോകുന്നത് വരെ ഒരു ഇടവേളയുണ്ടല്ലോ, അവിടെ മുഴുവൻ സമയവും അവൻ നിന്റെ കൂടെ കാണും. ഹല്ലേലൂയ.